നമസ്കാരം. രാവിലെ ആരംഭിക്കുകയാണ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പശ്ചിമേഷ്യയിലെ യുദ്ധഭീതി തന്നെയാണ്. അവിടെ ഇറാൻ ലക്ഷ്യമാക്കി അമേരിക്കൻ പടക്കപ്പലുകൾ നീങ്ങുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ട്രംപിൻ്റെ മുന്നറിയിപ്പുകൾ തുടർച്ചയായി ഇറാനെതിരെ വരുന്നു. പ്രതിരോധിക്കുമെന്ന ഇറാൻ്റെ ഭീഷണിയും നിലനിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. പശ്ചിമേഷ്യയിൽ കാര്യങ്ങളൊട്ടും പന്തിയല്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഈ ജാഥകളുടെ ഒരു തുടക്കം വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് LDFിൻ്റെയും UDFിൻ്റെയും BJPയുടെയും ജാഥകൾ കാസർഗോഡ് തുടങ്ങുകയാണ്. കാര്യവട്ടത്ത് 2020യുടെ ആവേശമുണ്ട്. നാളെയാണ് മത്സരം. ഇന്നലെ ടീമുകൾ തിരുവനന്തപുരത്തെത്തി. ഇന്നൊരു പക്ഷേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലടക്കം ദർശനമുണ്ടാകുമെന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഒപ്പം ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് MV ഗോവിന്ദൻ, ന്യൂസ് 18 സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാൽ നൽകിയ അഭിമുഖവും ഇന്നത്തെ ന്യൂസ് 18 വാർത്തകളിൽ ഏറെ പ്രധാനപ്പെട്ടതാണ്. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. ആദ്യം തലക്കെട്ടുകളിലേക്ക്. ജമാഅത്തെ ഇസ്ലാമി മുൻപ് LDFിന് വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് സംബന്ധിച്ച MV ഗോവിന്ദൻ. ആരുടെ വോട്ടും വേണ്ടെന്ന് പറയില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് CPM സ്വീകരിച്ചിട്ടുള്ളതാണ്. ഞങ്ങൾ സ്വീകരിക്കല്ലേ ഇത്, അവർ നൽകുക ഇത്. പ്രസ്താവന നോക്കിക്കോന്നു. ഒരേ തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട വ്യത്യസ്ത ആളുകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വോട്ട് ചെയ്തു എന്നാണ് അവർ പറയുന്നത്. ഇതാ നിലപാട്. വേണ്ടെന്ന് പറഞ്ഞില്ല. വേണ്ടെന്ന് പറയേണ്ട കാര്യം വർഗീയവാദികൾ ആരുടെയും വോട്ട് കൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. തെരഞ്ഞെടുപ്പിൽ പിണറായി തന്നെ നയിക്കുമെന്നും MV ഗോവിന്ദൻ ന്യൂസ് 18നോട്. കാസർഗോഡ് ഇനി ജാഥാകാലം. CPMന്റെ വികസന മുന്നേറ്റ യാത്ര മഞ്ചേശ്വരത്ത് നിന്ന് ഫെബ്രുവരി 1-ന്. ഫെബ്രുവരി 6-ന് VD സതീശന്റെ പുതുയുഗയാത്ര കുമ്പളയിൽ നിന്ന്. BJPയുടെ ജാഥയും ജില്ലയിൽ നിന്ന്. നിലനിൽക്കുന്ന ഒരു സ്റ്റോപ്പ് മെമ്മോയ്ക്ക് മുകളിലാണ് തിരുനാവായ മഹാമാഘം നടക്കുന്നതെന്ന് സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ. എത്തുന്ന ആളുകളുടെ സംരക്ഷണ ചുമതല ജില്ലാ ഭരണകൂടത്തിനുണ്ടെന്നും സ്വാമി ആനന്ദവനം ന്യൂസ് 18നോട്. ധർമ്മം നശിക്കണമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഒരു കാലത്താണ് ഇന്ന് നിൽക്കുന്നത്. അപ്പോൾ അവിടെ മാഘത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അധികാരത്തെ ധാർമ്മികമായിട്ട് മാർഗനിർദ്ദേശങ്ങളിലൂടെ നിയന്ത്രിച്ചിരുന്നൊരു സ്ഥലം കൂടിയാണ് മാഘവും കുംഭവും. അപ്പം അങ്ങനെ സാമാജികമായിട്ടുള്ള മുന്നോട്ട് പോക്കിന് ധാർമ്മികമായിട്ടുള്ള മാർഗദർശനങ്ങൾ ഭാവിയിലുള്ള മാഘകാലങ്ങളിൽ ഇവിടുത്തെ വിദ്വാന്മാരിൽ നിന്നും ധാർമ്മികാചാര്യന്മാരിൽ നിന്നുണ്ടാകും. 2028 തിരുനാവായയിൽ മഹാകുംഭമേള. അജിത് പവാറിന്റെ മരണത്തിന് പിന്നാലെ NCPയിൽ നേതൃമാറ്റ ചർച്ചകൾ സജീവം. അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കണമെന്ന് സുനിത്ര പവാറിനോട് നേതാക്കൾ. ഉപമുഖ്യമന്ത്രി സ്ഥാനവും ഏറ്റെടുക്കണമെന്ന ആവശ്യം. പശ്ചിമേഷ്യ യുദ്ധഭീതിയിൽ US യുദ്ധക്കപ്പൽ ഇറാനെ ലക്ഷ്യമിട്ട് നീങ്ങുന്നു. പുതിയ ആണവ കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ ശക്തമായ തിരിച്ചടി നൽകുമെന്ന ഭീഷണിയുമായി ഡൊണാൾഡ് ട്രംപ്. US-നും ഇസ്രായേലിനും തക്കതായ മറുപടി നൽകുമെന്ന് ഇറാൻ. PT ഉഷയുടെ ഭർത്താവ് V ശ്രീനിവാസൻ അന്തരിച്ചു. അന്ത്യം പുലർച്ചെ കോഴിക്കോട് തിക്കോടിയിലെ വീട്ടിൽ. യുക്രൈൻ പ്രസിഡന്റിനെ സമാധാന ചർച്ചകൾക്കായി ക്ഷണിച്ച് റഷ്യ. സെലൻസ്കിയെ പുടിൻ കണ്ടേക്കും. അതിശൈത്യം കണക്കിലെടുത്ത് ഒരാഴ്ച വെടിനിർത്തലിന് സെലൻസ്കി സമ്മതിച്ചുവെന്ന് ട്രംപ്. കാര്യവട്ടത്ത് ക്രിക്കറ്റ് ആവേശം. 2020 പരമ്പരയിലെ അവസാന മത്സരത്തിനായി ഇന്ത്യ ന്യൂസിലൻഡ് ടീമുകളെത്തി. കാര്യവട്ടം സ്പോർട്സ് ക്ലബ്ബിൽ വൈകിട്ട് പരിശീലനം. T20 ലോകകപ്പിന് മുന്നോടിയായുള്ള അവസാന അന്താരാഷ്ട്ര മത്സരം നാളെ വൈകിട്ട് 7-ന്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ MV ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറി ന്യൂസ് 18നുമായി സംസാരിച്ചു. ജമാഅത്തെ ഇസ്ലാമി മുൻപ് LDFിന് വോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് MV ഗോവിന്ദൻ സംബന്ധിച്ചത്. അങ്ങോട്ട് ആവശ്യപ്പെട്ടതല്ല, അവർ നൽകിയതാണ്. വർഗീയവാദികളുടെ വോട്ട് എന്നൊന്നില്ലെന്നും ആരുടെ വോട്ടും വേണ്ടെന്ന് പറയില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയെ പരസ്യമായി അനുകൂലിക്കുന്നതിലാണ് UDF വർഗീയവാദികൾക്ക് ഒപ്പമാണെന്ന വിമർശനം ഉന്നയിക്കുന്നതെന്നും ന്യൂസ് 18 കേരളം സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാൽ നൽകിയ അഭിമുഖത്തിൽ MV ഗോവിന്ദൻ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ മറ്റൊരു പ്രചാരണം കോൺഗ്രസിനും UDFിനും എതിരെ CPM നടത്തുകയാണ്.
UDF-ഉം കോൺഗ്രസുമാണ് ഏറ്റവും കൂടുതൽ വർഗീയത പറയുന്നത്. പറയേണ്ടതല്ലേ, അവരെ ചേർന്നിരിക്കല്ലേ. കോൺഗ്രസ് അല്ലേ വർഗീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവിനെ ഒപ്പം ചേർത്തിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയെ വർഗീയതയാണ് കോൺഗ്രസ് പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്, കോൺഗ്രസ് പറഞ്ഞതൊന്നുമല്ല നോക്കേണ്ടത്. കോൺഗ്രസിന്റെ ഒപ്പം ആരൊക്കെയാ? ലീഗ് മാത്രമാണോ? ജമാഅത്തെ ഇസ്ലാമിനെ കേരള കോൺഗ്രസ് ഉണ്ട്. കേരള കോൺഗ്രസ് ഉണ്ട്. ജമാഅത്തെ ഇസ്ലാമി അല്ലോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട. ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എന്ത് പ്രാധാന്യം, എത്ര പ്രാധാന്യമുണ്ടെന്നുള്ളതല്ല എന്റെ ആശയ പ്രശ്നം. അല്ല, മുസ്ലിം ലീഗ് എന്തിനാണ് അവരുടെ വില കൂട്ടുന്നത്? CPM ഈ നാഴികയ്ക്ക് 40 വട്ടം ജമാഅത്തെ ഇസ്ലാമി എന്ന പേര് പറഞ്ഞ് എന്തിനാണ് അവരുടെ വില കൂട്ടുന്നത്? അല്ല, നിങ്ങൾക്ക് എന്താ ഇത്ര വലിയ താല്പര്യം? അവർ എന്ത് പ്രാധാന്യമാണ് കേരളത്തിൽ എന്ത് പ്രാധാന്യം? ഇത്ര വിഷമം? അല്ല, അവർക്ക് എന്ത് പ്രാധാന്യമാണ്? അതാ ഞാൻ പറഞ്ഞത്, പ്രാധാന്യമുണ്ട്. ചെറിയ പ്രാധാന്യമല്ല, വളരെ കൂടിയ പ്രാധാന്യമാണ്. എന്താ കാരണം വെച്ചാൽ വർഗീയതയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര. കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തിൽ മതനിരപേക്ഷ ഉള്ളടക്കത്തെ തകർക്കുന്ന വർഗീയത ഏറ്റവും ശക്തിയായിട്ട് അവതരിപ്പിക്കുന്ന ന്യൂനപക്ഷ വർഗീയതയുടെ വക്താവാണ് ജമാഅത്തെ ഇസ്ലാമി. അതിന് വർഗീയത ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പം കൂട്ടിയതാണ് VD സതീശൻ. വർഗീയത ഉണ്ട് എന്ന് അദ്ദേഹം തന്നെ കൃത്യമായിട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുക 2000 മുമ്പ്. എന്നിട്ടും മാറ്റാൻ തയ്യാറില്ല. എന്നിട്ട് അവരെയും കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകുന്ന തന്നെയാണ് പോകുന്നത്. ഞങ്ങൾ കൂട്ടിച്ചേർക്കുമെന്ന് തന്നെയാണ് ബാലൻ പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും കേരളത്തിന്റെ ആഭ്യന്തര. ഞാൻ പറഞ്ഞില്ല, അതിനെപ്പറ്റിയൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങൾ കൃത്യമായിട്ട് നിലപാടാണ് ചെയ്യുക. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ഇന്ത്യയിൽ പൊരുതുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി CPM ആണ്. ആ CPM തിരുത്തും. ആര് തിരുത്തി? ഞങ്ങൾ തിരുത്തിയല്ലോ. ബാലിനെയും തിരുത്തും, അതുപോലെ തന്നെ ആരൊക്കെ വേണോ അവരെല്ലാം തിരുത്തും. അവരെന്നെ സ്വയം തിരുത്തും. അദ്ദേഹം പറഞ്ഞത് തെറ്റായി. അദ്ദേഹം ഉൾപ്പെടെ പറഞ്ഞ കാര്യം അദ്ദേഹം തന്നെ കൃത്യമായിട്ട് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. രണ്ടാളും വ്യക്തമാക്കിയിട്ടുണ്ട്. സജിച്ചൻ മാപ്പ് പറഞ്ഞു, 4 ദിവസത്തിന് ശേഷം മാപ്പ് പറഞ്ഞു. അത് തെറ്റാണെന്ന് ബോധ്യമായത് കൊണ്ടാണല്ലോ തിരുത്തിയത്. തെറ്റാണെന്ന് ബോധ്യമായത് കൊണ്ടാണല്ലോ. പക്ഷെ അങ്ങനെയുള്ള വാക്കുകൾ അത് സമൂഹത്തിൽ വിദ്വേഷം ഉണ്ടാക്കാനേ സഹായിക്കും. എന്നിട്ട് UDF-ഉം കോൺഗ്രസും വർഗീയത പറയുന്നു എന്ന് പറയുകയും അതേസമയം നിങ്ങളുടെ നേതാക്കൾ വർഗീയത പറയുമ്പോൾ ഞങ്ങൾ ഒരിക്കലും വർഗീയതക്ക് അനുകൂലമായ ഒരു നിലപാടും ഞങ്ങൾ സ്വീകരിക്കില്ല. ആര് പറയുന്നതും ഒരു തരത്തിലും അത് അംഗീകരിക്കുകയും ചെയ്യില്ല. ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാണ്. CPIM-ന്റെ പത്രസമ്മേളനത്തിൽ തന്നെ കൃത്യമായിട്ട് പാർട്ടി സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ വ്യക്തമാക്കിയതാണ്. മറ്റാരെന്ത് പറഞ്ഞാലും അതിനോട് പാർട്ടിക്ക് യോജിപ്പില്ല. അത് ഉറപ്പിച്ച് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തെറ്റെടുക്കും. എന്നാൽ ഞാൻ ഈ പറഞ്ഞ ചോദ്യത്തിന്, അതായത് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഞങ്ങൾ ചേരും എന്ന് പറഞ്ഞ VD സതീശന്റെ നിലപാടിനെ നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റാതെ? പാർട്ടിയുടെ കാര്യം അദ്ദേഹം പറഞ്ഞാണ്. നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റാതെ? നിങ്ങൾക്ക് എന്താ ഈ പറഞ്ഞ ചോർന്നു അപ്പൊ പറയുന്നില്ല? അങ്ങനെയാണ് ഞാൻ പഴയ കാര്യം പറയേണ്ടി വരും. പറഞ്ഞ ഏത് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് CPM സ്വീകരിച്ചിട്ടുള്ളത്. ഞങ്ങൾ സ്വീകരിക്കല്ലേ ഇത്? അവര് നൽകുക ഇത്. പ്രസ്താവന നോക്കിക്കോന്നു. അതായത് ഞങ്ങൾ ഇല്ലാണ്ടിരിക്കുമ്പോ പരിഭ്രാന്തരാവുകയായിരുന്നു മറുപക്ഷം. ഞങ്ങൾ വോട്ട് ചെയ്തു ജമാഅത്തെ ഇസ്ലാമി, അപ്പോൾ വർഗീയതയില്ല. അല്ലല്ല, UDF വെൽഫെയർ പാർട്ടിയെ കൂടെ കൂട്ടുമ്പോൾ അത് അതേയല്ല. നിങ്ങൾ പറയുന്നത് ഇക്വേഷൻ തെറ്റാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് അത് ഇത്രയേ ഉള്ളൂ. ഒരു ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി എടുത്ത നിലപാട് CPIM-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ ഒരാളെ അയാൾക്ക് നമ്മുടെ പിന്തുണ, UDF-ന്റെ 4 ആൾക്ക് പിന്തുണ, 2 ആൾക്ക് ലീഗിന്റെ പിന്തുണ, ഇതായിരുന്നു അവരുടെ നിലപാട്. ആ നിലപാട് എങ്ങനെ ഐക്യമുന്നണിയാകുക? ഒരേ തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട വ്യത്യസ്ത ആളുകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വോട്ട് ചെയ്തു എന്നാണ് അവർ പറയുന്നത്. ഇതാ നിലപാട്. വേണ്ടെന്ന് പറഞ്ഞില്ല. വേണ്ടെന്ന് പറയേണ്ട കാര്യം വർഗീയവാദികൾ ആരുടെയും വോട്ട് കൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ഈ പഠിത്ത കാലൊന്നും പാടില്ല. വർഗീയവാദികളുടെ വോട്ടാകാമെന്നാണോ? പക്ഷേ അല്ല, വർഗീയവാദികൾക്ക് വോട്ടുണ്ടോ? വർഗീയവാദികൾക്ക് വോട്ടുണ്ടോ? ജമാഅത്തെ ഇസ്ലാമി വർഗീയവാദിയാണോ? ആ, വർഗീയവാദിയാണ്. അപ്പൊ അവരല്ലേ വോട്ട് ചെയ്തത്? അതെ, അവരല്ലേ വോട്ട് തരാമെന്ന്. ആ വോട്ട് പറയണ്ടായിരുന്നു. അതെ, അത് UDF-ഉം പറഞ്ഞിട്ടില്ല, ലീഗും പറഞ്ഞില്ല, ഞങ്ങളും പറഞ്ഞില്ല. അത്ര പറഞ്ഞാൽ മതി. അത് പറയാൻ നിങ്ങൾക്ക് ധൈര്യമില്ല. അല്ല, UDF ലീഗും കോൺഗ്രസും അല്ല CPM. അല്ല, CPM നമ്മൾ അവർ തന്നെയാണ്, വേറെ പാർട്ടി തന്നെയാണ്. CPM മതനിരപേക്ഷ മതനിരപേക്ഷക്കെതിരാ നിങ്ങളുടെ ഭാഷയിൽ അവരോ? അല്ല, അവര് വർഗീയവാദികളെ കൂട്ടുപിടിക്കുമ്പോൾ അവർക്ക് വർഗീയവാദികളെ കൂട്ടുപിടിക്കുന്ന ജനാധിപത്യ പാർട്ടിയാകാം. അങ്ങനെയാ? അപ്പൊ CPM-നാകാമെന്നോ? ഞങ്ങളാവില്ല. ഞങ്ങൾ കൂട്ടുപിടിച്ചില്ല, ഒരിക്കലും കൂട്ടുപിടിച്ചില്ല. ഞങ്ങൾ പറഞ്ഞു വർഗീയവാദികൾ അവര് വോട്ട് ചെയ്തു, ഞങ്ങൾ സ്വീകരിച്ചു എന്ന്. അല്ല, വോട്ട് സ്വീകരിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ ആരാ വോട്ട് ചെയ്യുന്നത്, ആർക്കാ വോട്ട് ചെയ്യുന്നത് ആർക്കും അറിയാൻ പറ്റുക? അവര് ഇടത്ത നിലപാടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അതിനെ കൂട്ടി കൊടുക്കണ്ട.
അവരെടുത്ത നിലപാട് ഒരേ തെരഞ്ഞെടുപ്പിൽ UDF-ലെ ചില ആൾക്ക് അനുകൂലമായിട്ടും LDF-ലെ ചില ആളുകൾക്ക് അനുകൂലമായിട്ടും ലീഗിലെ ചില ആളുകൾക്ക് അനുകൂലമായിട്ടും ഇനി BJP എനിക്കറിയില്ല, അവർക്കെല്ലാം അനുകൂലമായിട്ട് വോട്ട് ചെയ്യുമെന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രഖ്യാപിച്ചതിന് വേറെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ മാഷെ ഞാൻ അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം ശരിയില്ല. ഞങ്ങളെ നേരിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങളെല്ലാം പറയും അങ്ങനെ അവിടെ വാങ്ങിയിരിക്കുന്ന 45 കൊല്ലമായിട്ട് ഈ വി ഡി സതീശൻ പറഞ്ഞ പോലെ 45 കൊല്ലമായിട്ട് ഇവിടെ മുന്നണിയാണ്. ഇസ്ലാമിയുടെ വില വെറുതെ CPM കൂട്ടുന്നത് ശരിയോ തെറ്റോ എന്നതാണ്. ഒരു പ്രാധാന്യവും കേരള സമൂഹത്തിൽ ഇല്ലാത്ത ജമാഅത്തെ ഇസ്ലാമിയുടെ വില ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ അപ്പുറത്ത് ഭൂരിപക്ഷ സമുദായക്കാർ അസ്വസ്ഥരാകും മാഷെ. അങ്ങനെ ഒരു സംഭവം ഇല്ലേ? അല്ലല്ല, അതിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജമാഅത്തെ ഇസ്ലാമി ശരിക്കും വേഷമാണ്. ആ വേഷം ഉറ്റിക്കുന്നതിന്റെ അളവ് കുറവാണെന്നാണ് നിങ്ങളുടെ വാദം. അതായത് ഒരു തെളിനീരുള്ള ഈ കേരളത്തില് തെളിനീരാണ്. അതിന്റെ മേലെ ഇനി ഭൂരിപക്ഷ വർഗീയതയുടെ ഭാഗമായിട്ടുള്ള വേഷവും ന്യൂനപക്ഷ വർഗീയതയുടെ ഭാഗമായിട്ടുള്ള വേഷവും ഉറ്റിച്ചാൽ അത് വർഗീയതയല്ലേ കൈകാര്യം ചെയ്യപ്പെടുന്നത് ഗുരുതരമായിട്ട്. അതിനെതിരായിട്ടാണല്ലോ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ന്യൂനപക്ഷ വർഗീയതക്കും ഭൂരിപക്ഷ വർഗീയതക്കും എതിരായ നിലപാട് സ്വീകരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി CPIM ആണ്. അന്നും അതെ, ഇന്നും അതെ, നാളെയും അതെ. അത് ഞങ്ങൾക്കേ പറയാൻ സാധിക്കുള്ളൂ. വി ഡി സതീശന് പറയാൻ പറ്റുമോ? ഞാനാണ് വർഗീയവാദത്തിനെതിരായിട്ട് ഏറ്റവും ശക്തനായ വക്താവ് എന്ന് ഞാൻ വേറെ പറയുന്നില്ല പദം. പക്ഷെ അവർ വർഗീയവാദം പറയുമ്പോൾ അവർക്കാവാം, ഞങ്ങൾക്കാകാൻ പാടില്ല. ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല അങ്ങനെ അവർ അവർക്കാവാം നമുക്കാവിക്കൂടാന്ന് പറയുന്നത് വലിയ കാര്യമുണ്ട്. അവരും പറയാൻ പാടില്ല. അവര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ നിർത്തിയാൽ ഞങ്ങൾ നിർത്താം. അല്ലല്ല, ഞങ്ങൾ അല്ലെങ്കിൽ നിർത്തും. വി ഗോവിന്ദനാണ് സംസാരിച്ചത്. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത്, തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ തന്നെ LDF-നെ നയിക്കും എന്നാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് വലിയ തോൽവിയല്ല, നേതാവ് മാറേണ്ട ആവശ്യമില്ല, കോൺഗ്രസും ലീഗും ജമാഅത്തെ ഇസ്ലാമിയും കൂടുന്നു എന്ന പ്രചാരണം ജനങ്ങളിലേക്ക് എത്തിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മഞ്ജുഷ് ഗോപാലുമായി നടത്തിയ അഭിമുഖത്തിലാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. ആ കാലത്തുണ്ടായ ഈ സംഭവങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് അയവിറക്കുന്നതിൽ എന്താ കുഴപ്പമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും. ബാലൻ പറഞ്ഞത് തെറ്റില്ല. അത് ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞില്ല ഇതിന് ഉത്തരം. ഈ ചരിത്രത്തെ നിങ്ങൾ മനസ്സിലാക്കുന്നതിൽ എന്താ കുഴപ്പമെന്നാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ അന്ന് ഇത് നമ്മൾ ഈ മുറിവ് ഉണക്കിയത് LDF-ഉം UDF-ഉം ഒരുമിച്ച് നിന്നുകൊണ്ടാണ്. അത് ഓർക്കുന്നുണ്ടാവുമല്ലോ. ഈ മാറാട് കലാപത്തിന്റെ മുറിവ് ഉണക്കുന്നതിൽ LDF-ഉം UDF-ഉം അന്ന് ഒരുമിച്ച് നിന്നിരുന്നു. അല്ല, എല്ലാ UDF-നെ എതിർക്കുന്നതിന് മാറാട് കലാപം എല്ലാ കാലത്തിലേക്ക് ഒരു വിദ്വേഷം ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു വിദ്വേഷം ഇട്ടുകൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായ വിദ്വേഷം RS-ഉമായിട്ടും BJP-ആയിട്ടും സമാസം അങ്ങോട്ടും ഇങ്ങോട്ടും ചേരുന്നതിൽ നിങ്ങൾക്ക് യാതൊരു വിഷമവും തോന്നുന്നില്ലല്ലോ. കോൺഗ്രസിന്റെ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ 41 ഡിവിഷനിലാണല്ലോ കോൺഗ്രസിന്റെ 1000 വോട്ട് കുറഞ്ഞു പോയത്. അവിടെയാണല്ലോ BJP ജയിച്ചത് 41 ഇവിടെയാണല്ലോ ഇവിടെ ഏറ്റവും LDF-ന്റെ ഭരണക്കോട്ടത്തിനുള്ള വിലയിരുത്തലല്ലേ? ഒരു വിലയിരുത്തലല്ല. ഇവിടെ കോൺഗ്രസും BJP-യും അതുപോലെ തന്നെ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി എല്ലാം കൂടി ചേർന്നിട്ടാണ് CPM-നെതിരായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിന്നത്. ജമാഅത്തെ ഇസ്ലാമി ഇത്ര ആകെ 10 വോട്ട് തികച്ചില്ലാത്ത ജമാഅത്തെ ഇസ്ലാമിയെ വീണ്ടും എന്താ ജമാഅത്തെ ഇസ്ലാമിന് ഇവരെ പറയും ഇത്ര വലിയ അതിന്റെ ആവശ്യം എന്താണ്? കാരണം ജമാഅത്തെ ഇസ്ലാമിയും CPM-നെയും LDF-നെയും തോൽപ്പിക്കാൻ പറ്റും. അതിനൊരു ആശയമുണ്ട്, വർഗീയതയുടെ ആശയം. ഈ വർഗീയതയുടെ ആശയത്തിന്റെ പിന്നിലാണ് ഇപ്പോൾ ലീഗ് ഉൾപ്പെടെ ജമാഅത്തെ ഇസ്ലാമിയുടെ വർഗീയ ആശയത്തിന് നല്ല സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞ ഷാഫി ഉൾപ്പെടെയുള്ളവരുണ്ടല്ലോ. അവരെല്ലാം ചേർന്നിട്ടുള്ള ഒരു വർഗീയ കൂട്ടുകെട്ടിന്റെ ശക്തിയാണിപ്പോൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വർഗീയ കൂട്ടുകെട്ടിന്റെ ശക്തിയാണിപ്പോൾ അവരെല്ലാം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മതമാണ് സത്യം. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടി പറയുന്നതല്ല, പറയാൻ പാടുള്ളതല്ല, മതനിരപേക്ഷ ഉള്ളടക്കമുള്ള സമൂഹത്തിൽ പറയാൻ പറ്റുന്നതല്ല. അപ്പോൾ ശുദ്ധ അസംബന്ധം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വർഗീയതയുടെ ഭാഗമായിട്ട്. ആ ആശയം രൂപപ്പെടുത്തുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. അതിന്റെ പിൻപറ്റിയാണ് ലീഗ് ഉൾപ്പെടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം PD സതീശനും കോൺഗ്രസും. അത് പറയുന്നതിൽ നിങ്ങൾക്ക് ഇത്ര വിഷമമുണ്ടാവേണ്ട കാര്യം. ഈ CPM ആചാര്യന്മാർ ഒരിക്കലും ഈ മത രാഷ്ട്രീയത്തിൽ ഇടപെടരുത്, മതമായിട്ട് ബന്ധപ്പെടുത്തരുതെന്ന് പറയാറുള്ളതാണ്. പക്ഷേ CPM നേതാക്കൾ താങ്കൾ ഉൾപ്പെടെ എപ്പോഴും ഈ മതകാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, മതകാര്യങ്ങളിലേക്ക് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വർഗീയതയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഞങ്ങളല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് ജനം വിശ്വസിച്ചത് ജനങ്ങൾ നല്ലപോലെ വിശ്വസിക്കും. ജനങ്ങളെ ഞങ്ങൾ പഠിപ്പിച്ച് നോക്കിക്കോളും. അത് പഠിക്കണ്ട. നിങ്ങൾ പഠിപ്പിച്ച് തിരിച്ച ധാരണയുണ്ടല്ലോ, ആ ധാരണ ഞങ്ങൾ തിരിച്ചിക്കോളും. CPM-ന് ഇല്ലാത്ത സംഘടനാ സംവിധാനം മാധ്യമങ്ങൾക്ക് എങ്ങനെയാണ്? അത് മാധ്യമങ്ങൾക്ക് സംഘടനാ സംവിധാനമല്ല, ആശയ സംവിധാനമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ലേ? ഒരു ആശയം മനുഷ്യ മസ്തിഷ്കത്തിൽ അതും കൂടി പറഞ്ഞിട്ട് ഞാൻ പറയാം. ആശയം ഒരു മനുഷ്യന്റെ മസ്തിഷ്കത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ആശയമുണ്ടല്ലോ, ഈ ആശയത്തിന് കണ്ണി ചേർക്കാൻ സാധിച്ചാൽ ആ കണ്ണി ചേർക്കപ്പെട്ട ആശയം കേവലമായ ആശയമല്ല,
അതൊരു ഭൗതിക ശക്തിയാണ്, ഒരു ഗണ്ണത്തിൻ്റെ കണക്കല്ല ഇത്. ഒരാശയം ഒരു ഭൗതിക ശക്തിയാണ്. അപ്പോൾ നിങ്ങളെല്ലാം കൂടി ഉണ്ടാക്കിയ ഈ പറയുന്ന CPM വിരുദ്ധത എന്നായിരുന്നു. പിന്നെന്താ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത. ആ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ആശയം ദശലക്ഷക്കണക്കിന് മനുഷ്യരിലേക്ക് എത്തിക്കുകയും അതിന് കണ്ണി ചേർക്കാൻ സാധിക്കുകയും ചെയ്താൽ അത് ഒരു ഭൗതിക ശക്തിയായിട്ട് നിലനിൽക്കുമെന്നുള്ളതാണ് മാർക്സം. അങ്ങനെയാണെങ്കിൽ അത് ഗൃഹസന്ദർശനത്തിൽ മാറാൻ പോകുന്നില്ല. അപ്പോൾ അതേപടി തന്നെ ആ ആശയത്തെ ഞങ്ങൾ പ്രതിരോധിക്കും. അത് ആശയത്തെ പ്രതിരോധിക്കുന്ന ആശയം ഉണ്ടല്ലോ. മറുമരുന്നുണ്ട്. അത് ഈ ആശയം തന്നെ എതിരായിട്ടുള്ള ആശയം. നിങ്ങൾ ഈ ആശയം തെറ്റാണ്, ഇത് വർഗീയവാദത്തിന്റെ നിലപാടുകളാണ്, വർഗീയ ആശയങ്ങളാണ്. ഈ ആശയത്തെ ഫലപ്രദമായി കോൺഗ്രസ് ഇസ്ലാമിയുടെ കൂടെ കൂടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റായ മറ്റൊരു പ്രചാരണം. അല്ല തെറ്റായ ശരിയായ പ്രചാരണമല്ലേ. എന്ത് തെറ്റായി പോയത് എങ്ങനെയാ? ജമാഅത്തെ ഇസ്ലാമിയും കോൺഗ്രസും ലീഗും ചേരുന്നു എന്ന് പറയുന്നത് എങ്ങനെ തെറ്റാകുക? അതായിരിക്കും മുഖ്യ മുദ്രാവാക്യം അല്ലേ? ഇപ്പോൾ അതായിരിക്കുന്നില്ല, അതുകൂടി വരും. അതായിരിക്കും എന്നൊന്നും പറയണ്ട. ജനങ്ങളുടെ ഉള്ളിലുള്ള ഒരു ആശയം എന്ന് പറഞ്ഞാൽ എന്റെയോ നിങ്ങളുടെയോ 2021 എങ്ങനെയാണ് തുടർഭരണം കിട്ടിയത്? 2016 മുതൽ 2021 വരെയുള്ള പിണറായി വിജയൻ സർക്കാരിനെ വിലയിരുത്തിയിട്ടാണ്. 2021 മുതൽ 2026 വരെ ആ ഒരു വിലയിരുത്തൽ ജനങ്ങൾ എങ്ങനെയാണോ നടത്തുന്നത് അതിനനുസരിച്ചായിരിക്കും. അല്ലാതെ വർഗീയതയല്ലല്ലോ അതിനകത്ത്. അല്ല, വർഗീയത പകരം വെക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. അതാ പ്രശ്നം. വർഗീയത പകരം വെക്കാനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ മാധ്യമങ്ങളും മുഴുവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ 10 കൊല്ലക്കാലത്തെ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ സംബന്ധിച്ച് ജനങ്ങൾക്ക് അനുഭവവേദ്യമായ കാര്യങ്ങൾ ഉൾപ്പെടെ മറച്ചുവെച്ച് ഒരു പുകമറ സൃഷ്ടിച്ച് ഈ ആശയം കൈകാര്യം ചെയ്യാനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ ഫലപ്രദമായിട്ട് പ്രതിരോധിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ടേക്ക് പോകും എന്ന് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അത്രയേ ഉള്ളൂ കാര്യം. പക്ഷേ ശരിക്കും ഇത്രയും വലിയൊരു തോൽവി ഉണ്ടാവുന്ന സമയത്ത് ഇത്രയും വലിയ തോൽവിയോ നിങ്ങൾ കണക്കാക്കില്ല. ഞങ്ങൾ കണ്ട ഒരു തോൽവിയുണ്ട്, അതിനപ്പുറത്ത് ഈ നേതൃത്വം തന്നെ മുന്നോട്ട് പോകുന്നതാണോ നല്ലത്? ഇതേ മുഖ്യമന്ത്രിയുടെ കീഴിൽ തന്നെ ഒരു ജനവിധിയിലേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് ശരിയായ തീരുമാനം. ഒരു സംശയമില്ല, അതിലൊരു സംശയം വേണ്ട. നേതാവിനെയോ പാർട്ടിയോ ഒന്നും മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. ജനം തിരസ്കരിച്ചു. നിങ്ങൾ തിരസ്കരിക്കാണ്ടിരുന്നാൽ മതി. നിങ്ങൾ തിരസ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഞങ്ങൾ ശരിയായ രീതി മറുപടി പറയും. ഒരു തവണ അമിത ആത്മവിശ്വാസത്തിന് തിരിച്ചടി കിട്ടിയത് ഇത് ആ അമിത ആത്മവിശ്വാസമാണ് ഞങ്ങൾക്ക് ഇപ്പോഴും കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൈമുതൽ. അമിതാത്മവിശ്വാസ പരാജയത്തിലേക്ക് അതാണ് പറഞ്ഞത്. അതാണ് ആ പരാജയമാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൈമുതൽ. മീറ്റ് ദ ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു എം വി ഗോവിന്ദൻ. കാസർഗോഡ് ജാഥകളുടെ ആരംഭം കുറിക്കാനൊരുങ്ങുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാഹളം തുടങ്ങിയതോടെ ജാഥകളുടെ വസന്തകാലമാണ് കാസർഗോട്ട് നിന്ന്. ഫെബ്രുവരി 1 CPMന്റെ വികസന മുന്നേറ്റ ജാഥ മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിക്കും. ഫെബ്രുവരി 6 കേരളത്തെ വീണ്ടെടുക്കാൻ UDF എന്ന മുദ്രാവാക്യമുയർത്തി VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര കുമ്പളയിൽ നിന്നാണ് പ്രയാണം ആരംഭിക്കുന്നത്. BJPയുടേതുൾപ്പെടെ 1 ഡസനോളം ജാഥകളാണ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലയിൽ നിന്നും തുടക്കം കുറിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ ഇനി ജാഥകളുടെ കാലമാണ്. ഏതായാലും ഫെബ്രുവരി 1 CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന വികസന മുന്നേറ്റ യാത്ര കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്നും പ്രയാണം ആരംഭിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ജാഥ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമായും LDF സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുക എന്നാണ് ജാഥയുടെ മുദ്രാവാക്യമെങ്കിലും നിലവിൽ സമീപകാലത്ത് പാർട്ടിക്കെതിരെ ഉണ്ടായ വലിയ തോതിലുള്ള ആരോപണങ്ങൾ അതിൽ ജനങ്ങളോട് വിശദീകരിക്കുക എന്നായിരിക്കും ജാഥയുടെ പ്രധാന ലക്ഷ്യം. ഇപ്പോൾ നിലവിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ ചർച്ചാ വിഷയമാകും. ഇതിന് മറുപടി പറയുന്ന ഒരു യാത്രയായി ഇത് മാറും. ഇതോടൊപ്പം തന്നെ ജോസ് കെ മാണി നയിക്കുന്ന ഒരു ജാഥയും ബിനോയ് വിശ്വൻ നയിക്കുന്ന ഒരു ജാഥയും ആരംഭിക്കുന്നുണ്ട്. അത് 3 ജാഥകളാണ് ഇങ്ങനെ ആരംഭിക്കുന്നത്. ഫെബ്രുവരി 1 കാസർഗോഡ് നിന്നും ആരംഭിക്കുന്ന ജാഥ ഫെബ്രുവരി 15 പാലക്കാട്ട് സമാപിക്കും. ഇതിന് തൊട്ടു പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര കാസർഗോഡ് നിന്നും ആരംഭിക്കുന്നത്. കേരളത്തെ വീണ്ടെടുക്കാൻ UDF എന്ന മുദ്രാവാക്യമുയർത്തുള്ള ജാഥയും മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്ന് തന്നെയാണ് ആരംഭിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് പ്രവർത്തകരെ സജീവമാക്കുക, ഇത് തന്നെയാണ് ജാഥകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതായാലും 14 ജില്ലകളിലും പര്യടനം നടത്തുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ ജാഥ തിരുവനന്തപുരത്ത് പുത്രകണ്ണി മൈതാനത്താണ് സമാപിക്കുന്നത്. വലിയ മഹാറാലിയോടുകൂടി തിരുവനന്തപുരത്ത് സമാപിക്കും. ഇതോടൊപ്പം വിവിധ കേന്ദ്രങ്ങളിൽ കേന്ദ്ര സംസ്ഥാന നേതാക്കളെല്ലാം തന്നെ പങ്കെടുക്കുന്ന രീതിയിലാണ് ജാഥ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. എന്തായാലും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ നയിക്കുന്ന ജാഥയും കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്നു. ഇങ്ങനെ തെരഞ്ഞെടുപ്പിന്
സജീവമാവുകയാണ് കേരളം. ഇതിൽ ഏറ്റവും പ്രധാനം ഈ യാത്രകൾ തന്നെയാണ്. ജനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ, അതോടൊപ്പം പ്രതിരോധം ഇത്തരത്തിൽ ഉണ്ടായ കാര്യങ്ങൾ അതിന് കൃത്യമായ പ്രതിരോധ നടപടികൾ ഈ ജാഥയിലൂടെ സ്വീകരിക്കുക, ഒപ്പം തെരഞ്ഞെടുപ്പിന് പ്രവർത്തകരെ സജ്ജമാക്കുക. ഇതാണ് ഈ ജാഥകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതോടൊപ്പം ചെറുതും വലുതുമായ മറ്റ് നിരവധി യാത്രകളും കാസർഗോഡ് നിന്നും സമീപ ദിവസങ്ങളിൽ തന്നെയുണ്ട്. ഘടകകക്ഷികളുടേതുണ്ട്, വിവിധ സംഘടനകളുടേതുണ്ട്. എന്തായാലും ഇനി തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സജീവമാവുകയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും. ഇതിന് തുടക്കം കുറിക്കുന്നത് കാസർഗോഡ് നിന്നതാണ് ഏറ്റവും പ്രധാനം. KB ബൈജു, ന്യൂസ് 18 കാസർഗോഡ്. നമുക്കറിയാം, മലപ്പുറത്ത് കേരളത്തിൻ്റെ മഹാകുംഭമേള നടക്കുന്ന സാഹചര്യമുണ്ട്. തിരുനാവായയിലെ മഹാമാഘവേദിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തി. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സുരേഷ് ഗോപിക്കൊപ്പം പ്രമുഖ BJP നേതാക്കളുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മഹാമാഘം തിരുനാവായയുടെ തീരത്ത് നടക്കുകയാണ്. ലക്ഷങ്ങൾ വിശ്വാസികൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന സാഹചര്യമുണ്ട്. ആ വേദിയിലാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി എത്തിയിരിക്കുന്നത്. സമർത്ഥ്യർത്ഥം സമസ്ത വിഘ്ന നിവാരണാർത്ഥം ആചാര്യമുഖേന മഹാഗണപതി ഹവനം. CV അനുമോദ് വിവരങ്ങളുമായി ചേരും. അനുമോദ്, വലിയ ജനപങ്കാളിത്തമുണ്ട് മേളയുമായി ബന്ധപ്പെട്ട്. ഇന്നും സമാനമായി തന്നെ വിശ്വാസികളുടെ ഒരു ഒഴുക്കാണോ അങ്ങോട്ടേക്ക്? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. നമ്മളുള്ളത് തവനൂരിലെ മഹാമാഘവേദിയുടെ ഗണപതി ഹോമം നടക്കുന്ന ഇടത്താണ്. ഇവിടെ അമൃതാനന്ദമയി മഠമാണ് ഇവിടെ ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. അവിടെ ശിവക്ഷേത്രത്തോട് ചേർന്നുള്ള ആൽമര ചുവട്ടിലാണ് ഈ ഒരു ഗണപതി ഹോമം നടക്കുന്നത്. അവിടേക്കാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം BJP നേതാക്കളുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് വലിയ ഒരു ജനപ്രവാഹമായിട്ട് ഇവിടെ സാഹചര്യങ്ങൾ മാറുന്നത്. നീളാനദിയുടെ ഭാരതപ്പുഴയുടെ ഇരുകരകളുമായിട്ട് നടക്കുന്ന ഈ ഒരു മഹാമാഘത്തിലേക്ക് വൈകുന്നേരങ്ങളിൽ ജനലക്ഷങ്ങളാണ് ആരതിയിലും അതിനോടൊപ്പം പൂജകളിലും ഒക്കെ പങ്കെടുക്കുവാനും അതേപോലെ ജലാസ്നാനം നിർവഹിക്കുവാനും ഒക്കെ ജനലക്ഷങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നു. ഇനി 4 ദിവസം കൂടിയാണ് ഈ ഒരു മഹാമാഘമേളയുള്ള ഫെബ്രുവരി 3-ാം തീയതിയാണ് സമാപിക്കുക. ഇനിയുള്ള 3 ദിവസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പൂജകളും ചടങ്ങുകളും ഒക്കെ ഉള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായതിനും വലിയ ഒരു ജനത്തിരക്ക് തന്നെ ഇവിടേക്ക് ഉണ്ടാകുമെന്നൊരു കണക്കൂട്ടൽ തന്നെയാണ് ഉള്ളത്. ഇത് ആദ്യഘട്ടം മുതൽ തന്നെ ഇതിൻ്റെ ഒരു പ്രചാരണം അത് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വലിയ തോതിൽ തന്നെ എത്തിയിരുന്നു. 271 വർഷങ്ങൾക്ക് ശേഷമാണ് ഭാരതപ്പുഴ തിരുനാവായ ഒരു മഹാമാഘത്തിന് വേദിയാകുന്നത്. ത്രിമൂർത്തി സംഗമസ്ഥാനമാണ് ഈ ഒരു മേഖലയിൽ നമ്മൾ നിൽക്കുന്ന ഇടത്ത്. ബ്രഹ്മക്ഷേത്രവും ഇതിന് തൊട്ടടുത്ത് ശിവക്ഷേത്രവും അതുപോലെ തന്നെ ഈ പുഴയുടെ മറുകരയിലാണ് തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രവും ഉള്ളത്. അങ്ങനെ ഐതിഹ്യപ്രകാരം ബ്രഹ്മാവ് യാഗം നടത്തിയ ഭൂമിയാണ് താപസെന്ന് പറയുന്ന തവനൂരായി മാറിയതെന്നാണ് സങ്കല്പം. ആ യാഗം നടന്നത് മാഘമാസത്തിലാണ്. അതുകൊണ്ട് തന്നെ തിരുനാവായ തവനൂർ മാഘമാസത്തിൽ നടത്തുന്ന ചടങ്ങുകൾക്ക് ഏറെ വൈശിഷ്ട്യമുണ്ട്. ഭാരതപ്പുഴ ഗംഗാ നദിക്ക് സമാനമാകുന്നു. ഭാരതപ്പുഴയിൽ ഒരു സപ്തമത്തിലുള്ള സാന്നിധ്യം ഉണ്ടാകുന്നു. അതേറെ സ്നാനം ഏറെ പുണ്യദായകമാണ്. സുരേഷ് ഗോപി അടക്കം പങ്കെടുക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ പ്രാർത്ഥനാ ജപങ്ങൾ പുരോഗമിക്കുകയാണ്. വിവിധ സന്യാസിമാരുടെ സാന്നിധ്യമുണ്ട്. മാതാ അമൃതാനന്ദമയി മഠമാണ് പൂജകൾക്ക് നേതൃത്വം നൽകുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അമൃതാനന്ദമഠത്തിലെ മുഖ്യസ്വാമി ഇപ്പോൾ അവിടെ സന്നിഹിതനാണ്. അശേഷജനമോഹിനീം മരുണമാല്യഭൂഷോജ്വലാം ജപാകുസുമോഭാസുരാം ജപവിദോസ്മരേദംബികാം അരുണാം കരുണാതരംഗിതാക്ഷി ധൃതപാശാങ്കുശപുഷ്പബാണചാപാം അണിമാതിവിരാവൃതാം മയൂഖൈരഘവിത്തേവ
വിഭാവരീ മഹിഷി. ഓം പരാശക്തി നമഃ. പരാശക്തി നമഃ. ഓം പരാശക്തി നമഃ. ഓം പരാശക്തി നമഃ. ഓം പരാശക്തി നമഃ. ഓം പരാശക്തി ഓം നമഃ. കകാരരൂപായ നമഃ. ഓം പരാശക്തി ഓം നമഃ. കല്യാണ്യൈ നമഃ. ഓം പരാശക്തി ഓം നമഃ. കല്യാണ ഗുണശാലിന്യൈ നമഃ. ഓം ഓം പരാശക്തി കല്യാണ നമഃ. ശൈലനിലയായ നമഃ. ഓം പരാശക്തി ഓം നമഃ. കമനീയായ നമഃ. ഓം പരാശക്തി ഓം നമഃ. കലാവത്യൈ നമഃ. ഓം പരാശക്തി ഓം നമഃ. കമലാക്ഷി നമഃ. ഓം പരാശക്തി ഓം നമഃ. കന്മഷഘ്നീ നമഃ. ഓം പരാശക്തി ഓം കരുണാമൃതസാഗരായ നമഃ. ഓം പരാശക്തി ഓം കദംബകാനനവാസായ നമഃ. ഓം പരാശക്തി. ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സ്റ്റോപ്പ് മെമ്മോയ്ക്ക് മുകളിലാണ് തിരുനാവായ മഹാമഖം നടക്കുന്നതെന്ന് സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജ ന്യൂസ് 18 പറഞ്ഞു. ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. ഇവരുടെ സംരക്ഷണ ചുമതല ജില്ലാ ഭരണകൂടത്തിനുണ്ടെന്നും സ്വാമി പറഞ്ഞു. 2028 തിരുനാവായ മഹാകുംഭമേള നടക്കുമെന്നും മഹാമാഘ ഉത്സവം ദേവസ്വം മന്ത്രിയെ അറിയിച്ചിരുന്നുവെന്നും അദ്ദേഹത്തിന് തിരക്ക് ഉണ്ടായതുകൊണ്ടാകാം എത്തിച്ചേരാൻ കഴിയാത്തതെന്നും സ്വാമി ആനന്ദവനം ഭാരതി അഭിപ്രായപ്പെട്ടു. നിളാനദി ഭാരതപ്പുഴയായി പഴയ വേദകാലത്തിലൂടെ ഒഴുകുകയാണ്. മാഘമഹോത്സവം നിലയുടെ ചരിത്രത്തെയും ഇന്നിനെയും നാളെയൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു മഹോത്സവത്തിന് നേതൃത്വം നൽകുന്ന സ്വാമി ആനന്ദവനം ഭാരതിയാണ് എന്നോടൊപ്പം നിൽക്കുന്നത്. ഓരോ ജന്മത്തിനും ഓരോ ഉദ്ദേശലക്ഷ്യങ്ങളുണ്ടാവുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങയുടെ ഈ ഒരു വലിയ ലക്ഷ്യം, അത് ആദ്യമൊക്കെ എല്ലാവരും സംശയത്തോടെ നോക്കിയിരുന്ന ഒരു കാര്യം, പക്ഷേ ഈ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഒരു മഹാപ്രവാഹമായിട്ട് ഭാരതപ്പുഴ ഒഴുകുന്നത് പോലെ ജനങ്ങൾ ഒഴുകിയെത്തുകയാണ്. എങ്ങനെ കാണുന്നു ഇതിനെ? ഇത് ധർമ്മത്തിൻ്റെ ഒരു വലിയ ശക്തിയുടെ ഒരു പ്രകടീകരണമായിട്ട് കാണുന്നു. ഒരുപാട് കാലമായി മണ്ണിൽ ഉറങ്ങിക്കിടന്നിരുന്ന, അതായത് ഉണരാനായിട്ടുള്ള ഒരു തട്ടിവിളി കാത്തു കിടന്നിരുന്ന ആ ഒരു വലിയ ധർമ്മത്തിൻ്റെ ശക്തി ഉണർന്നെണീക്കുന്നതായി കാണുന്നു. മഴ പെയ്യുമ്പോൾ മണ്ണിനടിയിലെ വിത്ത് മുളയ്ക്കുന്നത് പോലെ. അതെ 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 അതെ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കാണുന്നത് ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഒഴുകിയെത്തുന്നു എന്നുള്ളതാണ്. മുമ്പ് തിരുനാവായ വേദകാലഘട്ടങ്ങളിൽ എങ്ങനെയായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ തിരിച്ചു പോകുന്നത് പോലെയാണ്. ഇതിൻ്റെ ഒരു പ്രസക്തി വർത്തമാന കാലത്ത് എങ്ങനെയാണ് അടയാളപ്പെടുത്തുക? രണ്ട് തരത്തിലാണ്. ഒന്ന്, ഈ ഭാരതപ്പുഴയുടെ നദീതടമാണ് കേരളീയമായിട്ടുള്ള എല്ലാ സംസ്കൃതിയുടെയും മീറ്റിൽ. അത് ശാസ്ത്രമായിക്കൊള്ളട്ടെ, മറ്റ് ജ്ഞാനപദ്ധതികളായിക്കോട്ടെ, അനുഷ്ഠാനമായിക്കോട്ടെ, ശാസ്ത്രീയ കലാരൂപങ്ങളായിക്കോട്ടെ, എല്ലാം അത് ദേശീയമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ. കാരണം ഒരു സ്ഥലത്ത് വൈദിക സംസ്കൃതി ഉണ്ടാകുമ്പോൾ, യാഗഭൂമി ഉണ്ടാകുമ്പോൾ, മറുഭാഗത്ത് മലബാരത്തിൻ്റെ വലിയ ശക്തിയുണ്ട്. മലബാരത്തിൻ്റെ വിളിച്ചൊല്ലുകളിൽ മാഘക്കുളി കഴിഞ്ഞു വന്ന ദേവതമാരാണ് ഈ നാട്ടിൽ മുഴുവൻ കുടിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംസ്കൃതിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന, അതിനെല്ലാം ഊർജം പകർന്നിരുന്ന മാഘം നിലച്ചതോടെ ആ സംസ്കൃതിയൊക്കെ നാമാവശേഷമാവുകയോ വേരറ്റു പോവുകയോ ചെയ്തു. അപ്പം അതിൻ്റെയൊക്കെ ഒരു പുനരുജ്ജീവനമാണ് ഇതിലൂടെ സാധ്യമാകുന്നു എന്ന് തോന്നുന്നു. രണ്ടാമത്, അധർമ്മം ഏറ്റവും കൂടുതൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലമാണ്. ധർമ്മത്തെ രക്ഷിക്കണമെന്ന് നമ്മൾ കരുതുന്ന അധികാരികൾ പോലും ധർമ്മം നശിക്കണമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഒരു കാലത്താണ് ഇന്ന് നിൽക്കുന്നത്. അപ്പോൾ അവിടെ മാഘത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, അധികാരത്തെ ധാർമ്മികമായിട്ട് മാർഗനിർദ്ദേശങ്ങളിലൂടെ നിയന്ത്രിച്ചിരുന്നൊരു സ്ഥലം കൂടിയാണ് മാഘവും കുംഭവും ഒക്കെ. അപ്പം അങ്ങനെ സാമാജികമായിട്ടുള്ള മുന്നോട്ട് പോക്കിന് ധാർമ്മികമായിട്ടുള്ള മാർഗദർശനങ്ങൾ ഭാവിയിലുള്ള മാഘകാലങ്ങളിൽ ഇവിടുത്തെ വിദ്വാന്മാരിൽ നിന്നും ധാർമ്മികാചാര്യന്മാരിൽ നിന്നുണ്ടാകും. മൂന്നാമത്, അത് സംസ്കൃതിയുടെ ഒരിത്, അനുഷ്ഠാനങ്ങളുടെ ഒരിത്, ഇത്തരത്തിലുള്ളൊരു കാര്യം. രണ്ടാമത്, വിദ്വതയുടെ ഒരു വലിയ കേന്ദ്രമായിരുന്നു. പഴയ കാലത്ത് പ്രാമാണികമായ പല ഗ്രന്ഥങ്ങളും അംഗീകരിക്കപ്പെട്ടിരുന്നത് മാഘത്തിൻ്റെ വിദ്വത്സദസ്സിലാണ്. അപ്പോൾ അങ്ങനെ ഈ നാട് തുടർന്ന് വന്നിരിക്കുന്ന ജ്ഞാനപന്ഥാവിനെ മുന്നോട്ട് കൊണ്ടുപോവുക, അതിൻ്റെ സംസ്കൃതിയുമായി ചേർത്ത് വെച്ചുകൊണ്ട്
പലപ്പോഴും ഇപ്പോഴത്തെ ഒരു അക്കാഡമിക്സ് എന്ന് പറയുന്ന ഭാഷയിൽ അത് നമ്മളൊരു പാശ്ചാത്യമായിട്ടുള്ള ജ്ഞാനാന്വേഷണത്തിൻ്റെ ഒരു മിമിക്രി പോലെയായിട്ട് പലപ്പോഴും ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു PhD തീസീസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ മുഴുവൻ കാണുക നമ്മൾ മലയാളം PhD തീസീസാണെങ്കിലും ഈ പാശ്ചാത്യ തിയറികളുടെ അതിപ്രസരാണ്. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഒരു തെയ്യത്തിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിലും കാർണിവൽ സ്ക്യൂ എന്നൊക്കെ പറയുന്ന തിയറികളുണ്ട്. അത്തരം തിയറികളൊക്കെ വെച്ചിട്ടാണ് ഇവിടുത്തെ ആളുകൾ പഠിക്കാൻ ശ്രമിക്കുക. അപ്പം അങ്ങനെയല്ലാതെ ഇവിടെ ഭാരതീയമായിട്ടുള്ള ജ്ഞാനാന്വേഷണത്തിൻ്റെ തുടർച്ചയായിട്ട് പുതിയ ജ്ഞാനാന്വേഷണങ്ങളെ സമീപിക്കുന്ന ഒരു ഇതുകൂടി മാഘത്തിനെ തുടങ്ങുന്നു. സാധാരണ ക്ഷേത്രങ്ങളനുബന്ധിച്ചുള്ള ഇത്തരത്തിലുള്ള മഹാസമ്മേളനങ്ങളെയൊക്കെ പലരും വിശേഷിപ്പിക്കുന്നത് മനുസ്മൃതിയുമായി ബന്ധപ്പെട്ടാണ്. അതായത് വർണ്ണവൈവിധ്യങ്ങൾ നിലനിൽക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ മാത്രമായിട്ടുള്ള ആഘോഷങ്ങൾ എന്ന തരത്തിൽ. പക്ഷേ ഇവിടെ വർണ്ണവൈവിധ്യമാണ് ഇവിടുത്തെ ഓരോ ചടങ്ങുകളും കാണാൻ കഴിയുന്നത്. എല്ലാവരും ഒരേപോലെ ഇതിൽ ഭാഗവാക്കാവുന്നു, ഇതിൻ്റെ ഓരോ ചടങ്ങുകളും പങ്കെടുക്കുന്നുണ്ട്. അത് വലിയൊരു സന്ദേശമല്ലേ നൽകുന്നത്? അങ്ങേക്ക് എന്ത് തോന്നുന്നു? തീർച്ചയായും അങ്ങനെ ഒരു എല്ലാവരും ഉൾക്കൊള്ളുന്നു എന്നുള്ളത് തന്നെ ഒരു സമഗ്രതയാണല്ലോ. അതായത് തിരുവനന്തപുരത്ത് കാണി വിഭാഗം തൊട്ട് കണ്ണൂർ കാസർഗോഡ് ഭാഗത്തെ മലയരായിട്ടുള്ള വിഭാഗങ്ങൾ വരെ ഒരേപോലെ കേരളത്തിൻ്റെ മുഴുവൻ ആചാര്യ പരമ്പരയും ഒന്നു ചേർന്ന് നയിക്കുന്ന മാഘമാണ്. മാഘത്തിൻ്റെ അനുഷ്ഠാന പദ്ധതിയാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പുറത്ത് സന്യാസിമാരാണെങ്കിലും എല്ലാ സന്യാസി പരമ്പരയിൽ നിന്നുള്ള ആചാര്യന്മാർ ഇവിടെ ഓരോ ദിവസവും എത്തിക്കൊണ്ടിരിക്കുന്നു. അവർ സത്സംഗം ചെയ്യുന്നു, മാർഗദർശകം നൽകുന്നു. ഇതിൽ ആദ്യഘട്ടത്തിലൊക്കെ നമ്മളൊക്കെ ഏറ്റവും ആശങ്ക അങ്ങയുടെ വാക്കുകളുണ്ടായിരുന്നത് അധികാരികളുടെ ഒരു പിന്തുണ വല്ലാതെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അവസാനമാകുമ്പോൾ എന്ത് തോന്നുന്നു? അവരൊക്കെ വേണ്ട പോലെ പിന്തുണയ്ക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഇന്നും നിലനിൽക്കുന്ന ഒരു സ്റ്റോപ്പ് മെമ്മോയിലാണ് മാഘം നടന്നുകൊണ്ടിരിക്കുന്നത്. ഔദ്യോഗികമായി, അതായത് ഇത്തരത്തിലുള്ള ചില സൗകര്യങ്ങൾക്ക് വേണ്ടിയൊക്കെയുള്ള സംവിധാനങ്ങളോ അനുമതിയോ, ഇപ്പം മാഘം നടത്തുന്നതിന് അനുമതിയുടെ ഒന്നും ആവശ്യമില്ല, അത് ധർമ്മത്തിൻ്റെ കാര്യമാണ്. പക്ഷേ അതിന് വരുന്ന ക്രൗഡിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നതിന് ഔദ്യോഗികമായിട്ടുള്ള ഒരു അനുമതിയോ അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളോ ഒന്നുമില്ലാതെയാണ് മാഘം നടക്കുന്നത്. എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്തം മുഴുവൻ സംഘാടകർക്ക് ആവട്ടെ എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയല്ല. കാരണം മാഘം നിശ്ചയിക്കുന്നതിന് മുമ്പേ നമ്മൾ ജില്ലാ കളക്ടർക്ക്, ജില്ലാ ഭരണകൂടത്തിന് നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കത്ത് കൊടുത്തിട്ടുണ്ട്. സാമാന്യമായിട്ട് അങ്ങനെ ഒരു കത്ത് കൊടുത്താൽ ഉത്തരവാദിത്തമുള്ളൊരു ഭരണകൂടത്തിൻ്റെ ധർമ്മം അത് ഭംഗിയായി നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ്. അതിൽ സംഘാടക സമിതിയുമായി ചേർന്നുകൊണ്ട് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുക, അവരെ കൊണ്ട് അതിനാവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കിപ്പിക്കുക, അതിന് വേണ്ട നിയന്ത്രണങ്ങൾ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടിയിരുന്ന് ആലോചിച്ച് തീരുമാനമെടുക്കുക, അതിനൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരെ നിയമിക്കുക. ഇതൊക്കെ ഈ ഒരു അനുമതി കിട്ടിക്കഴിഞ്ഞാൽ ഒരു ചുരുങ്ങിയതൊരാഴ്ചയ്ക്കുള്ളിൽ, അങ്ങേയറ്റം ഒരാഴ്ചയ്ക്കുള്ളിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഓരോ ഉദ്യോഗസ്ഥന്മാരെ വെച്ച് പിന്നെ ആ ഉദ്യോഗസ്ഥന്മാരാണ് ഹെൽത്തിൽ ഉദ്യോഗസ്ഥനാണ്, ഹെൽത്തിൽ എന്ത് ചെയ്യണം, പോലീസ് ഉദ്യോഗസ്ഥനാണ്, പോലീസിൽ എന്ത് ചെയ്യണം എന്നൊക്കെ നിശ്ചയിക്കേണ്ടത്. ഇത് കോഴി അടയിരിക്കുന്നത് പോലെ ജില്ലാ കളക്ടർ അതിൻ്റെ മീതെ അടയിരിക്കുകയും മാഘം തുടങ്ങുന്നതിന് 4 ദിവസം മുമ്പ് വന്നിട്ടൊരു സ്റ്റോപ്പ് മെമ്മോ തരികയും ചെയ്തു. ഇവിടെ എന്ത് അപകടങ്ങളോ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളോ സംഭവിച്ചാലും അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദി ജില്ലാ ഭരണകൂടമാണ്. തീർച്ചയായും. അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾ ആരും ഇവിടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളൊരു സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ആരെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ? തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ആരും ബന്ധപ്പെട്ടിരുന്നില്ല. അവരെ ആദ്യം അറിയിച്ചിരുന്നു അങ്ങനെ ഒരു നമ്മൾ ദേവസ്വം മന്ത്രിയെ നേരിട്ട് കണ്ടിരുന്നു. അല്ല, അദ്ദേഹത്തിൻ്റെ ഒരു മിനിസ്റ്ററെ സംബന്ധിച്ചിടത്തോളം നല്ല ഷെഡ്യൂളായിരിക്കും. സ്വാഭാവികമായിട്ടും ഇന്നൊക്കെ ഒരു മിനിസ്റ്റർ പങ്കെടുക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മിനിസ്റ്ററുടെ ഒരു സമയം കൂടി നോക്കിയിട്ട് നമ്മൾ ഷെഡ്യൂൾ നിശ്ചയിക്കണം. പക്ഷെ മാഘം കാലത്തിൻ്റെ ഷെഡ്യൂളായതുകൊണ്ട് നമുക്കത് മാറ്റാൻ പറ്റില്ല. പെട്ടെന്നാണ് നമ്മൾ തീരുമാനിച്ചത്. അദ്ദേഹത്തിനത് പറ്റുന്നൊരു സമയത്ത് എത്താമെന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിനത് സ്വാഭാവികമായിട്ടുള്ള ഷെഡ്യൂളുകളിൽ പറ്റണം എന്നില്ല. അതിന് വരാണ്ടിരിക്കണം എന്നുള്ളതല്ല, സ്വാഭാവികമായിട്ടുള്ള ഷെഡ്യൂളിലും പറ്റണം എന്നില്ല. അതിനെ നമ്മളങ്ങനെ ഒരു വരണ്ട എന്ന് തീരുമാനിച്ച് വരാതിരിക്കുന്നതായിട്ട് കാണുന്നില്ല. അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല. ഒപ്പം തന്നെ ഏറ്റവും അവസാനമായിട്ടൊരു ചോദ്യം, 2028 മഹാകുംഭമേള ഇതേപോലെ ഇതിനേക്കാൾ ഗംഭീരമായി നടക്കുമെന്നാണ് അങ്ങ് നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ ഈ മഹാമഹ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ എങ്ങനെയാണ് ഇനിയുള്ള പ്രതീക്ഷകളൊക്കെ? അതായത് 2028 12 വർഷം കൂടുമ്പോൾ, ഇപ്പോൾ പ്രയാഗ്രാജിൽ എല്ലാ വർഷവും പ്രയാഗ്രാജും തിരുനാവായിയുമാണ് ഭാരതത്തിൽ സമ്പൂർണ്ണമായും മാഘം ആചരിക്കുന്ന 2 സ്ഥലം. ഇപ്പോൾ അവിടെ ഇപ്പോൾ 10 കോടിയോളം ആളുകൾ മാഘസ്നാനം ചെയ്ത് കഴിഞ്ഞു. 25 ലക്ഷത്തോളം ആളുകൾ കൽപ്പവാസം ചെയ്ത് സ്ഥിരമായി അവിടെ താമസിക്കുന്നുണ്ട്. തിരുനാവായിയിൽ അത് ദൗർഭാഗ്യവശാൽ 271 കൊല്ലങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ നിർത്തലാക്കി.
അപ്പോൾ അതിൻ്റെ ഒരു പുനരുജ്ജീവനമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ 12 വർഷം കൂടുമ്പോൾ പ്രയാഗ്രാജിൽ കുംഭമേള നടക്കുന്നത് പോലെ ഇവിടുത്തെ സമയം വ്യാഴം ചിങ്ങരാശിയിൽ വരുന്ന സമയമാണ്. ആ ചിങ്ങരാശിയിൽ വരുന്ന സമയം എന്ന് പറയുന്നത് ഉജ്ജയിൻ സിംഹസ്ഥയുടെ സമയമാണ്. ആ ഉജ്ജയിൻ സിംഹസ്ഥയുടെ സമയത്ത് മാഘത്തിൽ 2028 മാഘത്തിലാണ് ഇവിടെ 12 വർഷം കൂടുമ്പോൾ ഏറ്റവും വിശേഷമായിട്ടുള്ള സിംഹസ്ഥ നടക്കുന്നത്. അപ്പോൾ ആ സിംഹസ്ഥ ഭാരതത്തിലെ മുഴുവൻ പരമ്പരകളുടെയും, ഇന്നിപ്പോൾ കേരളത്തിലെ മുഴുവൻ പരമ്പരകളുടെയും സാന്നിധ്യമാണ് ഉണ്ടെന്ന് പറയുന്നത്. ഭാരതത്തിലെ മുഴുവൻ പരമ്പരകളുടെയും സാന്നിധ്യമുള്ള ഒന്നായി ആ മാഘം പൂർണ്ണമായിട്ട്, ഇപ്പോൾ മാഘത്തിൻ്റെ ഒരു പക്ഷമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മൗനി അമാവാസി തൊട്ട് മാഘപൂർണിമ വരെയുള്ളത്. ശരിക്കും പൗഷ പൗർണമി തൊട്ട് ശിവരാത്രി വരെയുള്ള 45 ദിവസമാണ് പൂർണ്ണമായിട്ടും ഇതിൻ്റെ ഒരു സമയം. അപ്പോൾ ആ പൂർണ്ണമായിട്ടുള്ളൊരു സമയത്ത് വിശേഷമായി തന്നെ സിംഹസ്ഥ നടക്കും. ഒറ്റ കാര്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം. മലപ്പുറത്തിൻ്റെ മനസ്സ് മതേതരമാണെന്ന് തെളിയിക്കുന്ന കാഴ്ചകളാണല്ലോ കാണുന്നത്. ഇവിടെ എത്തുമ്പോൾ അങ്ങേക്ക് അക്കാര്യത്തിൽ സംശയം ഉണ്ടാകുന്നത് ഇപ്പോഴെങ്ങനെയാണ് ഈ പ്രദേശവാസികളുടെ സഹകരണത്തെയും എല്ലാം തന്നെ വിലയിരുത്തുന്നത്? നമ്മളതിൽ ജനറലി ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തിൻ്റെ അഡ്രസ്സ് പറയുമ്പോൾ മലപ്പുറം എന്ന് വയ്ക്കണം, അല്ലെങ്കിൽ കോഴിക്കോട് എന്ന് വയ്ക്കണം, പാലക്കാട് എന്ന് വയ്ക്കണം എന്നൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള അതിരുകളെ കാണുന്നത്. ഇത് പൂർണ്ണമായിട്ടും ഭാരതഭൂമിയാണ്. സംസ്കൃതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരളീയ ഭൂമിയാണ്. അപ്പോൾ അത് ധർമ്മത്തിൻ്റെ ഭൂമിയാണെന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം. നമുക്ക് മതേതരത്വമോ മതം പോലും നമുക്കില്ല. ഇത് ധർമ്മത്തിൻ്റെ ഭൂമിയാണ്. ധാർമ്മികമായ കാര്യങ്ങൾ ഭംഗിയായി നടക്കുമെന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം. എന്നാണെങ്കിലും പ്രതീക്ഷിച്ചതിലും ഗംഭീരമായിട്ട് തന്നെ ഇതുവരെ ഈ ഒരു മഹോത്സവം നടത്താൻ കഴിഞ്ഞു. ഇനി ഇതിലും വലിയ ഉത്തരവാദിത്തങ്ങളാണ് 2028 കാത്തിരിക്കുന്നത്. അതും ഇതിനേക്കാൾ നന്നായിട്ട് തന്നെ കൊണ്ടുപോകാൻ കഴിയുന്നൊരു പ്രതീക്ഷ കൂടിയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. മഹാമാഘത്തിൽ എല്ലാ സന്യാസ സമൂഹങ്ങളിൽ ഉൾപ്പെട്ടവരുടെ ആചാരപ്രകാരമുള്ള പൂജകൾ നടക്കുന്നുവെന്ന് മാതാ അമൃതാനന്ദമയ മഠം സഭാധിപതി സംവിധാനന്ദഗിരി. അഘോരി പൂജയും ഇതിൽപ്പെട്ടതാണ്. ആയിരക്കണക്കിന് ആളുകൾ വരുമെന്ന് പ്രതീക്ഷിച്ച സ്ഥാനത്ത് ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഒഴുകുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. നമ്മളിപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കാം കാശി മണികർണിക ഘാട്ടിലെ അഘോരികൾ വന്നൊരു പൂജാ സമ്പ്രദായത്തിൽ അത് വിധിവത്തായിട്ട്, കാരണം അദ്ദേഹം അഘോരി അഖാഡയുടെ ആചാര്യ മഹാമണ്ഡലസ്ഥരാണ് മണികണ്ഠൻജി മഹാരാജ്. അദ്ദേഹം കഴിഞ്ഞ കുംഭമേളയിൽ, പ്രയാഗ് കുംഭമേളയിൽ ഏറ്റവും അധികം ആൾക്കാരെ ആകർഷിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. എന്ന് വെച്ചാൽ മുഴുവൻ കുംഭമേളയിൽ അഘോരി അഖാഡ അത്രയധികം സാന്നിധ്യം അറിയിച്ചിരുന്നു. അപ്പോൾ കേരളത്തിൻ്റെ ആദ്യത്തെ മഹാമേളയിൽ നമ്മൾ എല്ലാ സമ്പ്രദായങ്ങളും എന്ന് വെച്ചാൽ ശങ്കരാചാര്യർ മുതൽ ചണ്ടാളൻ വരെ ഇതിൻ്റെ ഭാഗവക്കാണ്. അപ്പോൾ ആ ചണ്ടാള ബാബ തൊട്ട് ശങ്കരാചാര്യർ വരണം എന്നുള്ള അതിൻ്റെ ക്രിയകളുടെ ഭാഗമായിട്ടാണ് ഇദ്ദേഹവും ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഇവരുടെ ഹവനകുണ്ഡം തൊട്ട് എല്ലാത്തിനും വിശേഷതകളുണ്ട്. ത്രികോണ ആകൃതിയിലാണ് അതിൻ്റെ ഹവനകുണ്ഡമുള്ളത്. രാത്രി 12 മണി മുതലാണ് ഇവരുടെ പൂജകൾ സാധാരണഗതിയിൽ ആരംഭിക്കുക. അത് 2 മണി വരെ നിൽക്കും. അത് പലതരത്തിൽ ബലിപ്രദ എന്ന് വെച്ചാൽ ബലിയൊക്കെയുള്ള ഹവനങ്ങളുണ്ട്. പക്ഷേ ഇവിടെ സാത്വികമായിട്ടാണ്. സാത്വികം എന്ന് വെച്ചാൽ അതിൻ്റെ വിധിവത്തായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. അതിന് പകരമായിട്ട് ഉള്ള കാര്യങ്ങളോടുകൂടിയാണ് ഇവിടെ ചടങ്ങുകളെല്ലാം നിർവഹിക്കപ്പെടുന്നത്. അതെ, മഹാകാളിയാണ് അവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് മുഴുവൻ ഇതിൻ്റെ കുംഭമേള ഇവിടുത്തെ നമ്മളുടെ ചടങ്ങുകൾ എങ്ങനെയായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സാധാരണ കുംഭമേള തുടങ്ങുന്ന ചാവനി പ്രവേശം എന്ന് പറയുന്നൊരു ചടങ്ങിനോട് കൂടിയാണ്. എന്ന് വെച്ചാൽ അഖാഡയുടെ ധ്വജം അല്ലെങ്കിൽ സന്യാസിമാർ അവരവരുടെ കുടിയകളിലേക്ക് പ്രവേശിക്കുന്ന ധ്വജം ഉയർത്തുന്നതോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. അത് തീരുന്നത് കടി പക്കോട എന്ന് പറയുന്നൊരു ചടങ്ങോട് കൂടിയാണ്. എന്ന് വെച്ചാൽ ഏറ്റവും അവസാനത്തെ ഭക്ഷണം, എല്ലാവർക്കും ഭക്ഷണം വിതരണം ചെയ്ത് കടി പക്കോട വിതരണം ചെയ്തിട്ട് വിദായി പരസ്പരം പിരിയുക, അത്രയും ചടങ്ങുകളുണ്ട്. ഇതിനിടയിൽ നമ്മൾ വിശേഷപ്പെട്ട 3 സ്നാനങ്ങൾ, നാളെ ഉൾപ്പെടെയുള്ള 3 സ്നാനങ്ങൾ നമ്മളിവിടെ ആചരിക്കുന്നുണ്ട്. ഇത് ഈ മഹാമഘത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലാണോ പ്രധാനപ്പെട്ട ആചാരങ്ങളായിട്ട്? അതെ, ഇത് നമ്മൾ അങ്ങനെയാണ്. ഓരോ നക്ഷത്രങ്ങളുണ്ട്, നക്ഷത്രപ്രധാനമായിട്ട് ചെയ്യുന്നുണ്ട്, രാശിപ്രധാനമായിട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പല വിധിവിധാനങ്ങളോടുകൂടിയാണ് ചെയ്യുന്നത്. ഇനി ഇതിപ്പോൾ നമുക്കിവിടെ ഒത്തിരി പ്രത്യങ്കുരി ഹോമം ഉണ്ടായിരുന്നു, അശ്വാരൂഢ ഹോമം, വളരെ ഗോപ്യമായിട്ടുള്ള പലതരം കർമ്മങ്ങൾ നമ്മളിവിടെ നിർവഹിച്ചു കഴിഞ്ഞതാണ്. ആദ്യമായിട്ടായിരിക്കും ഈ ഒരു നിളാധീനം ഇത്രയും മഹത്തരമായ കർമ്മങ്ങൾക്ക് വേദിയാവുന്നല്ലേ? അതെ, 200-271 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അതൊരു പുനരുജ്ജീവനം പോലെയാണ്. കാരണം നമ്മളുടെ പ്രതീക്ഷയിൽ പോലും ഞങ്ങൾ പോലും ഇവിടെ ഭക്ഷണം കൊടുക്കാനായിട്ട് ആദ്യം ഒരു 2000-3000 പേർക്ക് മതിയായിരിക്കുമെന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ 3 നേരം ഭക്ഷണം ഒരുക്കിയിരുന്നത്. പക്ഷേ ഇപ്പോഴും ഏകദേശം 25,000-ഓളം ആൾക്കാരാണ് നമ്മളിവിടെ ഭക്ഷണം കൊടുക്കുവാൻ സാധിക്കുന്നത്. അതിനിപ്പോൾ എനിക്ക് തോന്നുന്നത് വരും ദിവസങ്ങൾ അത് വളരെയധികം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ ചടങ്ങുകൾ തന്നെ നമ്മളിപ്പോൾ ഒന്നും മുൻകൂട്ടി ആസൂത്രണം ചെയ്തിട്ടുള്ള ചടങ്ങുകളുണ്ടാണ് അല്ല.
ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന ചിത്രകാരനാണ് മധു വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വരയ്ക്കാം, ആർക്ക് വേണമെങ്കിലും കുംഭമേളയുമായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങൾ വരയ്ക്കാനുള്ളതുണ്ട്. നിലപാട് തറയെന്ന് പറയുന്ന നമ്മളുടെ മുഖ്യ സ്റ്റേജിലാണ് എല്ലാ ചടങ്ങുകളും നടക്കുന്നത്. അങ്ങനെ വളരെ വൈവിധ്യത്തോടു കൂടി, ഒരുപക്ഷെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്രയും ആൾക്കൂട്ടമാണ് ഇവിടെ, ജനസഞ്ചയമാണ് ഇവിടെ എത്തിച്ചേരുന്നത്. വിവിധ സന്യാസി മഠങ്ങളിൽ നിന്നുള്ളവരുടെ സാന്നിധ്യമാണ് മഹാമാഘത്തെ വേറിട്ടതാക്കുന്നത്. തവനൂരിലെ മഹാമാഘ യജ്ഞവേദിയിൽ മഹാമണ്ഡലേശ്വർ ആചാര്യ മണികണ്ഠ അഘോരിയുടെ നേതൃത്വത്തിലായിരുന്നു അഘോരി പൂജ നടന്നത്. ഗംഗയിൽ നടത്തുന്ന പൂജയ്ക്ക് സമാനമായ പൂജ തന്നെയാണ് നിളയിലും നടത്തിയത് എന്ന് ആചാര്യ മണികണ്ഠ അഘോരി ന്യൂസ് 18 പറഞ്ഞു. അഘോരികൾ സാധാരണ മനുഷ്യരെ പോലെ തന്നെയാണെന്നും മണികർണിക ഘട്ടിലെ അമാവാസ്തി പൂജകൾ മരിച്ചവരുടെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തവനൂരിൽ നടക്കുന്ന മഹാമഘത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളൊന്നായിരുന്നു വിശേഷമായ പൂജകൾ, യജ്ഞങ്ങൾ. അഘോരി പൂജ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. 2 ദിവസമാണ് അഘോരി പൂജ ഇവിടെ നടക്കുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്നത് മഹാരാജ് മണികണ്ഠ ആചാര്യയാണ്, അഘോരി ആചാര്യയാണ്. അദ്ദേഹമാണ് നമ്മോടൊപ്പം ചേരുന്നത്. പ്രണാം ജി, आप पहली बार है ना केरल में? मैं केरला में बहुत बार आ चुका है, मेला का अभी पहले बार आ रहा. ये पूजा का वैशिष्ट्य क्या क्या है? ये पूजा का रात में हवन होता, माँ गौरा काली का हवन हम लोग करता है. काशी में ये हवन करता हम लोग, तमिलनाडु में ये हवन करता. अभी ये मेला में करने के लिए हम लोग आया. ये तो सब लोगों को इसके बारे में ज़्यादा नहीं मालूम, ये हम क्या पूजा करता है? माँ का वे पूजा है, अघोरा काली माँ का पूजा है. अघोरा काली, शमशान काली, भद्रकाली सब सेम ही है. हम लोग अघोरा काली का नाम से हम लोग पूजा कर रहा. हम लोग अघोरा काली का मंदिर, उसका मंदिर से उसका अवधि दे देगा. आप काशी में रहता है ना? मैं काशी में रहता, तमिलनाडु में रहता. हमको 15 जगह में माँ का आशीर्वाद से मंदिर आदेश दिया 108 मंदिर बनाने के लिए. अभी 14 बन गया, बेंगलुरु में बन गया, बेंगलुरु में 2 बन गया, हैदराबाद में 2 है, विजयवाड़ा में है, काशी मणिकर्णिका घाट में है, असम जानता, असम में वो है, तिनसुकिया में है, दिल्ली में है. अभी हम लोग बना रहा. केरल में केरला का अभी हम लोग नहीं बनाया, माँ आदेश दे देगा बनाएगा. नीला गंगा जैसा है ना ये दिवस में संकल्प में? हाँ, गंगा पूजा करता है. ये गंगा पूजा है, ये गंगा ये सेम है ना, इसमें हम एक ही जैसा पूजा. ऐसी जैसा पूजा. कुंभ मेला में हम लोग का पूजा किया है, सेम पूजा इधर में हो रहा. केरल के बारे में आप पहले सुना है, यहाँ का आचार डिफरेंट व्यत्यास? तांत्रिका फर्स्ट प्लेस केरला है, ठीक है. अदर में हम लोग आके पूजा कर रहा ना, हम लोग बहुत अच्छा लग रहा, मन खुशी लग रहा है. ये लोग आपसे पहले बार मिल चुके हैं, मैंने ऐसा सोचा है. कैसा वो आता है, आपसे पूछता है, फोटो खींचता है, कैसा लगता है आपको ये सब? नहीं, ये सब लोग हम लोग बहुत बार केरला में आ चुका ना, बहुत मंदिर दर्शन कर चुका है, इसलिए कोई डिफरेंट नहीं लग रहा हमको. मैं तो गलत पूछ तो आप माफ़ कीजिए, सारा का संशय है, डाउट है, आप क्या क्या खा सकते हैं ऐसा जैसे? हम लोग को सब कुछ खाता है, सब कुछ कहते हैं. इसको डिफरेंस का है. हम लोग तुम लोग नॉर्मल इंसान लोग डेड बॉडी नहीं खाता, हम लोग काशी में डेड बॉडी का मोक्ष देने के लिए हम लोग खाता. सारा लोगों का डाउट है, इसीलिए मैंने आपको पूछा. ये तो अगले बार आप आएंगे और कैसा डेड बॉडी खा रहा ये नहीं है, उसका विधि विधान जानना चाहिए. एक डेड बॉडी खा रहा ना, उसका पाप पुण्य हम लोग जानना चाहिए. उसके बाद एक दिन का अमावस्या का उसका मोक्ष देना चाहिए. इसमें बहुत प्रोसेस है, ठीक है. खाया यह उसका मतलब नहीं है. ये कराना उसमें एक माँ का आशीर्वाद जरूर चाहिए. उसके बाद उसका हम लोग मोक्ष दे सकता है. मुक्ति दे सकता हम लोग. रिचुअल है ना, रिचुअल है वो सारा दिवस में है ऐसा नहीं. हम लोग अघोरी अखाड़ा में कर रहा है, फिर कौन कर रहा नहीं हम लोग का मैसेज नहीं किया, इसलिए हमें जानता नहीं है. यहाँ आने के बाद आपको क्या लगता है, इधर का वातावरण ऐसा सब अच्छा है, और आगे बढ़ेगा. सनातन धर्म आगे बढ़ने के लिए हम लोग का एक बढ़ाने के लिए हमको एक चांस मिला है, यह बहुत खुशी लग रहा है. लाखों लोग आता है, लाखों लोग आया. नेक्स्ट टाइम करोड़ लोग आना चाहिए, यह अपना इच्छा है, माँ का प्रार्थना है. प्रार्थना है. प्रणाम जी.
ഇവിടെ വന്നതിൻ്റെ അനുഭവങ്ങളും അവരുടെ ആചാരങ്ങളുടെ വൈശിഷ്ട്യങ്ങളും ഒക്കെയാണ് അദ്ദേഹം പങ്കുവച്ചത്. അഖിലോട്ട് പറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. നമുക്ക് വളരെ പെട്ടെന്ന് ഒരു ഇടവേളയിലേക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകൾ. വാർത്താ ബുള്ളറ്റിൻ തുടരുന്നു. ഹരിത വിവാദമടക്കമുള്ള പ്രതിസന്ധി കാലത്ത് പാർട്ടി നേതൃത്വം പാറ പോലെ ഉറച്ചു നിന്നത് നിലപാടുകൾക്ക് അധിഷ്ഠിതമായാണെന്ന് MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ്. മുസ്ലിം ലീഗ് നേതൃത്വം കാലോചിതമായാണ് തീരുമാനമെടുക്കുന്നത്. കാലിക്കറ്റ്, കണ്ണൂർ സർവകലാശാലകളിൽ തെരഞ്ഞെടുക്കപ്പെട്ട നേതൃസ്ഥാനങ്ങളിൽ MSF നിയോഗിച്ചത് വനിതകളെയാണ്. MSFന് തെരഞ്ഞെടുപ്പിൽ പ്രാതിനിധ്യം നൽകണോ എന്നത് നേതൃത്വമാണ് നിശ്ചയിക്കുക. പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടാൽ ഏത് വെല്ലുവിളികളും ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും PK നവാസ് ന്യൂസ് 18നോട് പറഞ്ഞു. MSFന്റെ സംസ്ഥാന സമ്മേളനം മലപ്പുറത്ത് തുടങ്ങുകയാണ്. സംസ്ഥാന അധ്യക്ഷൻ PK നവാസ് നമ്മോടൊപ്പം ചേരുന്നു. ഒരു വലിയ കാലയളവ് സമരങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും ഒക്കെയാണ് താങ്കളുടെ കാലത്തുണ്ടായിരുന്നത്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? തീർച്ചയായും തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ ആത്മസംതൃപ്തിയുണ്ട്. അന്ന് നേരിട്ടിരുന്ന സമര പോരാട്ടങ്ങൾ, പോലീസിനോടുള്ള ഏറ്റുമുട്ടൽ, ജയിൽവാസം, സർവകലാശാല വിജയങ്ങൾ, അത് ആ മൊമെൻറ്റുകളിൽ ഞങ്ങൾക്ക് പല വികാരങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. ഒരു നല്ല കാലത്തെ അടയാളപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞു. സംഘടനയുടെ മുൻഗാമികൾ അവർ ഈ പതാകയെ എത്ര അഭിമാനത്താണ് ഉയർത്തിപ്പിടിച്ചത്, അവിടുന്ന് അതിനു മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കാൻ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടപ്പോൾ അത് നിർവഹിക്കാൻ കഴിഞ്ഞു എന്നാണ് ഈ കമ്മിറ്റിയുടെ ഏറ്റവും വലിയ ആത്മസംതൃപ്തി എന്ന് പറയുന്നത്. +1 സീറ്റ് വിഷയം, അതുപോലെ ഗവർണർക്കെതിരായ പ്രതിഷേധങ്ങൾ തുടങ്ങി MSF പ്രതിഷേധമുയർത്താത്ത വിഷയങ്ങളൊന്നും തന്നെ ഇല്ല. ഇതിലേതിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സംതൃപ്തികരമായിട്ടുള്ള ഒരു റിസൾട്ട് ലഭിച്ചതായിട്ട്? അല്ല, സമര പോരാട്ടങ്ങൾ എന്ന് പറയുന്നത് അതത് വിഷയങ്ങളോട് പ്രതികരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ സമരവും ഓരോ സംതൃപ്തികളാണ്. ഒരുപക്ഷെ എല്ലാ സമരത്തിനും റിസൾട്ട് ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ ഒരു വിദ്യാർത്ഥി സംഘടന എന്ന രീതിയിൽ ആ അവകാശത്തെ അല്ലെങ്കിൽ ആ വിഷയത്തെ പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരിക എന്ന് പറയുന്നത് രാഷ്ട്രീയമായ ദൗത്യം നിർവഹിക്കലാണ്. ആ അർത്ഥത്തിൽ എല്ലാ പോരാട്ടങ്ങളും ഞങ്ങൾക്ക് ആത്മസംതൃപ്തികളാണ്. പ്രത്യേകിച്ച് ഒന്ന് എടുത്തു പറയേണ്ടതല്ല. എന്നാലും മലബാറിലെ +1 സീറ്റുമായി ബന്ധപ്പെട്ട വിഷയം, അത് കേരളത്തിൻ്റെ നിയമസഭയിൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി മലബാറിൽ അങ്ങനെ +1 ഒരു പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞു വെച്ചെടുത്താണ് ഞങ്ങൾ സമരം ആരംഭിക്കുന്നത്. ആ സമര പോരാട്ടമാണ് പിന്നെ ഞങ്ങൾ മലപ്പുറം കളക്ടറേറ്റിലേക്ക്, കോഴിക്കോട് കളക്ടറേറ്റിലേക്ക്, കേരളത്തിലെ മുഴുവൻ കളക്ടറേറ്റുകളിലേക്ക്, പിന്നെ നിയമസഭയിലേക്ക്, അത് കഴിഞ്ഞ് DD ഓഫീസിലേക്ക്, അവസാനം അട്ടക്കുളങ്ങര ജയിലിൽ പോകേണ്ടി വന്നു. ആ ഘട്ടത്തിൽ സഭക്കകത്ത് അതേ മന്ത്രിക്ക് തിരുത്തേണ്ടി വന്നു എന്ന് പറയുന്നത് ഒരു വലിയ സമര പോരാട്ട വിജയമാണ്. കാരണം സഭക്കകത്ത് പറഞ്ഞൊരു കാര്യം സഭക്കകത്ത് തിരുത്തുന്നു പറയുന്ന ആധികാരികമായ രേഖയാണ്. അങ്ങനെ അത് തിരുത്തിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് സമരകാലങ്ങളിലെ പ്രധാനപ്പെട്ട ഒന്നാണ് നിങ്ങൾ വിശ്വസിക്കുക. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതിൽ സഭക്കകത്ത് നടന്നൊരു കാര്യം, ഞങ്ങളൊരു സമരം സഭക്കകത്ത് സബ്ജക്റ്റായി മാറുന്നു എന്ന് പറയുന്നത് വലിയ ആത്മസംതൃപ്തി നൽകുക. ഈ സമരങ്ങൾക്കെല്ലാം അപ്പുറത്ത് MSFനെ കൂടുതൽ വിമർശനത്തിന് ഒരുപാട് അവസരങ്ങളും സാഹചര്യങ്ങളും ഉണ്ടായൊരു കാലം കൂടിയാണ്. സ്ത്രീവിരുദ്ധരെന്ന വലിയ തോതിലുള്ള വിമർശനം കേട്ട ഒരു പ്രസിഡന്റ് കൂടിയാണ് നിങ്ങളും നിങ്ങളുടെ സംഘടനയിലുള്ളവരും. എങ്ങനെയാണ് ആ കാലഘട്ടത്തെ കാണുന്നത്? അല്ല, അത് ഓരോരുത്തർ പരിശോധിക്കപ്പെടട്ടെ. നിങ്ങൾ മാധ്യമങ്ങളും പൊതുസമൂഹമൊക്കെ പരിശോധിക്കപ്പെടട്ടെ. ഇപ്പോൾ ഞങ്ങളുടെ കമ്മിറ്റിയുടെ കാലയളവിൽ ഞങ്ങളുടെ ഭാരവാഹികളായി പെൺകുട്ടികൾ ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ തീരുമാനിച്ച് 3 പെൺകുട്ടികളെ ഭാരവാഹികളാക്കണം എന്നാണ്. ഞങ്ങൾ 3 പെൺകുട്ടികളെ ഭാരവാഹികളാക്കി. കാലിക്കറ്റ് സർവകലാശാല പോലത്തെ ഒരു സർവകലാശാല, ഞങ്ങൾക്കൊരു വൈകാരിക ബന്ധമാണ് കാലിക്കറ്റ് സർവകലാശാലയായിട്ട്. ഞങ്ങളുടെ കിനാവായിരുന്നു അവിടുത്തെ ഒരു ചെയർമാനായി ഞങ്ങൾക്ക് ഒരു തവണയെങ്കിലും ജയിക്കണമെന്നുള്ളത്. ഞങ്ങൾ ചെയർമാനും ജനറൽ സെക്രട്ടറി ഇത്തവണ ജയിച്ചു. അപ്പോൾ ആര് ചെയർപേഴ്സൺ ആവണമെന്ന് തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചത് യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർപേഴ്സൺ പെൺകുട്ടിയാവട്ടെ എന്നാണ്. കണ്ണൂർ സർവകലാശാല ഞങ്ങളുടെ വലിയ സ്വപ്നമായിരുന്നു. അവിടെ ജയിച്ചു വരുമ്പോൾ കാസർഗോഡ് നിന്നൊരു പെൺകുട്ടി ജയിക്കട്ടെ എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. കേരള എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, MSFന് ഒരു നിയമസഭാ സാമാജികനെ കിട്ടിയ പോലെയാണ് കേരള യൂണിവേഴ്സിറ്റി ഞങ്ങൾക്കൊരു സെനറ്റ് അംഗം ജയിക്കുന്നത്. അതൊരു പെൺകുട്ടിയാകട്ടെ ഞങ്ങൾ തീരുമാനിച്ചതാണ്. അങ്ങനെ യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റിലേക്ക് മത്സരിക്കുമ്പോൾ ഒരു പെൺകുട്ടി മത്സരിക്കട്ടെ. ഒരു പാർട്ടിയുടെ സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് കൊടിമര ജാഥയും പതാക ജാഥയുമാണ്. അപ്പോൾ കൊടിമരം വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. അവിടുന്ന് റെസിൻ കൊടിമരം നയിക്കുന്നു. ഇപ്പുറത്ത് പതാക വരികയാണ്. പതാക വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് നയിക്കാൻ വേണ്ടി ഞങ്ങൾ ചുമതലപ്പെടുത്തിയത് അഡ്വക്കേറ്റ് റുമൈസ റബീഖിനെയാണ്. അപ്പോൾ അത്തരത്തിൽ ഒരുപക്ഷെ ലീഗിൻ്റെ കമ്മിറ്റി കൂടി മഞ്ചേരി വർക്കിംഗ് കമ്മിറ്റിയിൽ 30% റിസർവേഷൻ എല്ലാവർക്കും കൊടുക്കണം എന്ന് തീരുമാനിക്കുമ്പോൾ അത് ആദ്യം നടപ്പിലാക്കിയ പോഷക സംഘടനയും ഞങ്ങളാണ്. അതിനപ്പുറത്തേക്ക് സർവകലാശാല തലപ്പത്ത്, സെനറ്റിൻ്റെ തലപ്പത്ത്, സിൻഡിക്കേറ്റിലേക്ക് മത്സരിപ്പിച്ചത്, പതാക ജാഥയ്ക്ക്, അങ്ങനെ എല്ലാ അർത്ഥത്തിലും അവരെ ചേർത്ത് വെച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. കാരണം അതൊരു റിസർവേഷൻ ആയിട്ടില്ല, അത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. കാലം അവരെ അത്രയും മുന്നോട്ട് കൊണ്ടുവന്നത് അതിനവർ കപ്പാസിറ്റി ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായി പോസിറ്റീവായിട്ട് കഴിവുകളാണ് പരിഗണിക്കപ്പെടുക. ആ കഴിവുകളിൽ അവർ സ്വാഭാവികമായി ഞങ്ങളുടെ കൂടെ ഉണ്ട്, സ്വാഭാവികമായ പരിഗണനകളുണ്ട്. അത് ഏറ്റവും കൂടുതൽ നൽകാൻ കഴിഞ്ഞു എന്ന ആത്മസംതൃപ്തിയിൽ പടിയിറങ്ങുന്ന ഒരു പ്രസിഡന്റ് എന്നുള്ള നിലക്ക് അത് നിങ്ങൾ വിലയിരുത്തപ്പെടേണ്ടതാണ്. ഒരു പക്ഷേ ഹരിത വിവാദം ഉണ്ടായില്ലെങ്കിൽ ഇത്രയും അവസരം ബംഗളൂരിൽ കിട്ടില്ല എന്ന് പറയാൻ കഴിയും? അങ്ങനെ ഒട്ടും പറഞ്ഞുകൂടാലോ. കാരണം ഈ പറയുന്ന നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ മുമ്പേ തന്നെ പാർട്ടി 30% സംവരണം കഴിഞ്ഞ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ തുടങ്ങുമ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഈ പറയുന്ന പ്രശ്നങ്ങൾക്ക് മുമ്പാണ്. പാർട്ടി കാലത്ത് മുസ്ലിം ലീഗ് രാഷ്ട്രീയം 1948 ആരംഭിക്കുമ്പോൾ അതത് കാലത്തിൻ്റെ അജണ്ടകളോട് സംബന്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ 48 ഞങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് പതിതരായ ഒരു സമൂഹത്തെ കൈയടിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്.
അവിടെ ആണുങ്ങളെന്നോ പെണ്ണുങ്ങളെന്നോ വേർതിരുത്താൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല. അത് 70-കൾ 80-കളിലേക്ക് എത്തുമ്പോൾ വിദ്യാഭ്യാസപരമായ പുരോഗതി ഉണ്ടാകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അപ്പോൾ സ്വാഭാവികമായി അതിനെന്ത് വേണം? പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം സാധ്യമാക്കണം. അതിനാണ് മഹാനായ ഞങ്ങളുടെ നേതാവ് CH മുഹമ്മദ് കോയ സാഹിബ് പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാൻ തീരുമാനിച്ചത്. ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങളുടെ പാണക്കാട് പൂക്കോയ തങ്ങളുടെ അവസാനത്തെ പ്രസംഗം കാഞ്ഞങ്ങാടിൽ നിങ്ങളുടെ പെൺകുട്ടികളെ പഠിപ്പിക്കണേ എന്നാണ്. അപ്പോൾ അതത് കാലത്തിൻ്റെ ആവശ്യങ്ങളോട് ഞങ്ങൾ ഏറ്റുമുട്ടി. 90-കളിൽ എത്തിയപ്പോൾ ഇന്ത്യ വളരെ വർഗീയമായി ചെയ്തിഞ്ഞൊരു ഘട്ടം. അന്നേരം ഞങ്ങളുടെ ആവശ്യം ഈ സമുദായത്തെ വർഗീയതയ്ക്ക് പിടികൊടുത്തുകൂടാ, അവർ അത് മാറ്റി നിർത്തണമെന്നാണ്. സ്വാഭാവിക പുതിയ കാലത്തേക്ക് എത്തിയിരിക്കുന്നു. ഞങ്ങൾ വിദ്യ പഠിപ്പിക്കാൻ തീരുമാനിച്ച വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും പിന്നീട് ഒരു ഘട്ടത്തിൽ വിദ്യാർത്ഥികളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തു പോയ രാഷ്ട്രീയ പാർട്ടി അവർ പഠിച്ചിരിക്കുന്നു, അവരുടെ മക്കളും പഠിച്ചിരിക്കുന്നു. ഇന്ന് മുഖ്യധാരയിൽ ഞങ്ങളുടെ പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാവരും ഉണ്ട്. സ്വാഭാവികമായി അവരിനി അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കടക്കാൻ സമയമായിരുന്നു. ആ സ്റ്റെപ്പിന് നേതൃത്വം കൊടുക്കുന്ന ഘട്ടത്തിൽ സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണുള്ളത്. വളരെ ധീരമായ പ്രഖ്യാപനങ്ങൾ അദ്ദേഹം നടത്തുന്നു. ഞങ്ങളുടെ ഭാരവാഹികൾ വരുന്നു, യൂത്ത് ലീഗിൻ്റെ ഭാരവാഹികൾ വരുന്നു, ജില്ലാ പഞ്ചായത്തുകളിൽ യുവതികളായ ചെറുപ്പക്കാരികൾ മത്സരിക്കുന്നു, എല്ലാ ത്രിതല പഞ്ചായത്തുകൾ എല്ലായിടത്തും മത്സരിക്കുന്നു. കാലത്ത് ആവശ്യപ്പെടുന്ന മാറ്റങ്ങൾ ഞങ്ങൾ വരുന്നു. ഒരു പക്ഷേ പുറത്തു നിന്ന് നിങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളൊരു മൈനോറിറ്റി കമ്മ്യൂണിറ്റി എന്ന രീതിയിൽ ഞങ്ങളുടെ അജണ്ടകൾ ഒരു പക്ഷേ നിങ്ങൾക്കത് വായിച്ചെടുക്കാൻ ഇതിനകത്ത് ഇറങ്ങിയിട്ടല്ലാതെ വായിച്ചെടുക്കാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ കാലം ആവശ്യപ്പെടുന്ന മാറ്റങ്ങളൊക്കെ ഞങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഈ കാലം ആവശ്യപ്പെടുന്ന മാറ്റങ്ങളെ അത് ആവശ്യപ്പെടുന്നതിനേക്കാൾ അനുകൂലമായ സാഹചര്യത്തിൽ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഞങ്ങൾ നൽകുന്നു. താങ്കൾക്കെതിരെ വ്യക്തിപരമായിട്ട് ഒരുപാട് ആക്ഷേപങ്ങൾ ഉയർന്നു. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ താങ്കളെ മാറ്റണമെന്ന അഭിപ്രായം ഉയർന്നിരുന്നു. അപ്പോഴും പാർട്ടിയിലെ വലിയൊരു വിഭാഗം സാദിഖ് അലി തങ്ങളടക്കം താങ്കൾക്കൊപ്പം പാറ പോലെ ഉറച്ചു എന്നാണ് കരുതുന്നത്. എങ്ങനെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ വ്യക്തിപരമായുള്ള ആക്ഷേപങ്ങളെ വിമർശനങ്ങളെ കാണും? അല്ല, പാർട്ടി നേതാക്കന്മാരോ ഏതെങ്കിലും വ്യക്തിയുടെ കൂടെ ഉറച്ചു നിൽക്കുന്ന ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന വിഷയങ്ങളുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്നതാണ്. അല്ലാതെ ഏതെങ്കിലും വ്യക്തിക്കോ ഒരു കൂട്ടം വ്യക്തികൾക്കോ പിന്തുണ പ്രഖ്യാപിക്കുന്നതല്ല നേതാക്കന്മാർ ചെയ്യുക. തീർച്ചയായും ഈ കമ്മിറ്റിയുടെ കാലയളവിൽ ഈ വിജയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് വലിയ പിന്തുണയായി, പാറ പോലെ ഞങ്ങൾക്ക് പിന്തുണയായി പാർട്ടി നേതൃത്വം ഉണ്ടായിട്ടുണ്ട്. അത് വലിയ ആത്മസംതൃപ്തി തന്നെയാണ്. ഇത്ര വലിയ വിജയത്തിന് ഞങ്ങൾ കരുത്തായതും അതുതന്നെയാണ്. അത് ഏതെങ്കിലും ഒരു താല്പര്യത്തിന് മുകളിലോ മറ്റൊന്നുമല്ല, അത് വിഷയ സംബന്ധമാണ്. MS സംബന്ധമായ സംഘടന ജൈത്രയാത്ര തുടരണം എന്ന് പാർട്ടി തീരുമാനിക്കുമ്പോൾ എല്ലാവർക്കും ഞങ്ങൾ കൂടെ ഉണ്ടായിട്ടുണ്ട്. അതൊരു കരുത്താണ്, അത് ഞങ്ങൾക്ക് വലിയ ആവേശമാണ്. ആ ആവേശവും കരുത്തും തന്നെയാണ് ഈ മുന്നേറ്റത്തിന് കാരണമായിട്ടുള്ളത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ SFIയുടെ നേതാക്കൾക്കൊക്കെ CPM ഇടതുപക്ഷമൊക്കെ പരിഗണന കൊടുക്കുന്നുണ്ട് മത്സരിക്കാൻ. പക്ഷേ MSFിലെ കാര്യത്തിൽ അങ്ങനെ ഒരു പരിഗണന ഈ ലീഗിൽ നിന്ന് ലഭിക്കുന്നില്ല. ആ ഒരു ചരിത്രം മാറുമെന്ന് കരുതുന്നുണ്ടോ? അല്ല, ഞങ്ങളെ സംബന്ധിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ MSFനെ സംബന്ധിച്ച് MSFിനെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം, സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി യോഗം ഞങ്ങൾ ചേർന്നു. MSF ഒരു നിയമസഭാ സീറ്റ് ആവശ്യപ്പെടുന്നേയില്ല. ഞങ്ങൾ അങ്ങനെ പെടണ്ട എന്ന് തീരുമാനിച്ചത്. കാരണം MSF ഒരു നിയമസഭാ സീറ്റ് ആവശ്യപ്പെടേണ്ട സംഘടനയല്ല. ഞങ്ങൾക്കൊരു ദൗത്യമുണ്ട്. ആ ദൗത്യം ഞങ്ങൾ നിർവഹിച്ചു പോകാൻ. സ്വാഭാവികമായി നിങ്ങൾ പറഞ്ഞ പോലെ മറ്റ് വിദ്യാർത്ഥി സംഘടനകൾ, മറ്റ് യുവജന സംഘടനകൾ ആവശ്യം അവരവരുടെ തീരുമാനങ്ങളാണ്. ഞങ്ങളുടെ മുൻഗാമികളുടെ ശീലം അങ്ങനെയല്ല. നിയമസഭാ സീറ്റ് ആവശ്യപ്പെടുക എന്നതല്ല. അത് ഏതെങ്കിലും തരത്തിൽ ഗിഫ്റ്റായി വരുന്നു വീഴാണെങ്കിൽ മത്സരിക്കാൻ പറ്റുന്ന ഒരു പറ്റം ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലില്ല. അതിലും തർക്കമില്ല. അപ്പോൾ ഞങ്ങളുടെ സംസ്ഥാന ട്രഷറർ ജില്ലാ പഞ്ചായത്തിലെ ഇടതുപക്ഷ കോട്ട ജയിച്ചു വന്ന ആളാണ്. അപ്പോൾ അങ്ങനെ നിയമസഭാ സീറ്റ് ഡിമാൻഡ് ചെയ്യേണ്ട ഒരു സംഘടനയായിട്ടൊന്നും MSF ഇല്ല. അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം പൂർണ്ണമായി നിർവഹിക്കപ്പെട്ടു. അതിൽ ആത്മസംതൃപ്തി ഞങ്ങൾക്കുണ്ട്. പക്ഷേ കേരളത്തിൽ മുസ്ലിം ലീഗ് എടുക്കുന്ന തീരുമാനം പുതിയ യുവമുഖങ്ങളുണ്ടാകും, യൂത്ത് ലീഗിൽ നിന്ന് പുതിയ ആളുകളുണ്ടാവും, വനിതകളുണ്ടാവും. എല്ലാ സമൂഹത്തെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് മുന്നോട്ട് വരും. പിന്നെ SFIക്ക് കിട്ടുന്ന പോലെ KSന് കിട്ടുന്ന പോലെ പരിഗണന MSFന് കിട്ടുന്നില്ല എന്ന് ചോദിച്ചാൽ ഒന്ന് രാഷ്ട്രീയമായി അങ്ങനെ പരിഗണന കിട്ടേണ്ട വിഭാഗമാണ് MSF എന്ന് വിശ്വസിക്കുന്നവരല്ല ഞങ്ങൾ. രണ്ടാമത് ഞങ്ങൾ ചെറിയൊരു പാർട്ടിയാണ്, 27 സീറ്റുള്ള ചെറിയ പാർട്ടി. സ്വാഭാവികമായിട്ട് ഞങ്ങൾക്കിതിൽ പുതുമുഖങ്ങളുണ്ടാകണം, പഴയ ജനറേഷൻ ഉണ്ടാകണം, അനുഭവ സമ്പത്തുകൾ ഉണ്ടാകണം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു കോംബോ ആണ് ലീഗ് എന്ന് പറയുന്നത്. സ്വാഭാവികം എല്ലാം ചേർന്ന് വരും എന്ന് ഞങ്ങൾ വിശ്വസിക്കാം. ഇടതുപക്ഷത്തിൻ്റെ കയ്യിലൊരു സീറ്റ് പിടിച്ചെടുക്കാൻ ഒരു വെല്ലുവിളിയായിട്ട് മുമ്പിൽ വെച്ചാൽ അത് ഏറ്റെടുക്കും? അല്ല, പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് വെല്ലുവിളി ഏറ്റെടുക്കും. അത് ഇടതുപക്ഷത്തിൻ്റെ കോട്ടയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോട്ടയാണോ എന്നുള്ളതല്ല. അപ്പോൾ പാർട്ടി സംഘടനാ ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ അത് ഏറ്റെടുക്കും. പാർട്ടിക്ക് വേണ്ടി കമ്മിറ്റ് ചെയ്ത് നിൽക്കുന്നൊരു പ്രവർത്തകരുടെ രീതിയിൽ ഞാൻ മാത്രമല്ല, ഞങ്ങളെല്ലാവരും പാർട്ടിക്ക് വേണ്ടി കമ്മിറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളാണ്. പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ. ഇപ്പോൾ MSFിൻ്റെ പ്രസിഡൻ്റായി ഞാൻ വരുന്നത് അപ്രതീക്ഷിതമായൊരു ഘട്ടത്തിലാണ്. അത് ഏറ്റെടുത്ത് ഈ പറയുന്ന കാലം പൂർത്തീകരിക്കാൻ സാധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് പാർട്ടി ഏൽപ്പിക്കപ്പെടുന്ന ദൗത്യം അതത് കാലത്ത് നിർവഹിക്കുക. അത് പാർട്ടി പ്രവർത്തകൻ്റെ നാച്ചുറലായ അവൻ്റെ ഒരു കടമയാണ്. MSFിൻ്റെ പ്രസിഡന്റ് നിലയിൽ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കാൻ പൂർണ്ണമായിട്ടും തൃപ്തിയോടെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞ ഒരു ആത്മവിശ്വാസത്തോടെ തന്നെയാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത്, അല്ലേ? അല്ല, ഒരു പൂർണ്ണത ഒന്നിനുമില്ലല്ലോ, എല്ലാം അപൂർണ്ണമാണ്. 100% പൂർണ്ണത ഒന്നിനുണ്ടാവില്ല. കാലം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കല്ലേ. അപ്പോൾ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം ആത്മസംതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊരു യാഥാർത്ഥ്യമാണ്. അത് പൂർണ്ണമാണെന്ന് ചോദിച്ചാൽ പൂർണ്ണമാണെന്ന് പറയാൻ ഞങ്ങൾ ആളല്ല. കാരണം ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. പക്ഷേ ഈ ചുരുങ്ങിയ കാലത്തിനിടയിൽ നിങ്ങൾക്ക് കോവിഡ് പ്രശ്നങ്ങൾ ഇതിനൊക്കെ ഇടയിൽ ഒരു ചുരുങ്ങിയ ഒരു 3.5 വർഷം കാലഘട്ടം, അതിനിടയിൽ ഒരു സർവകലാശാല മാത്രം ഭരണകക്ഷി ഉണ്ടായിരുന്ന ഒരു സംഘടനയെ കേരളത്തിൽ 5 സർവകലാശാലയിലേക്ക് ഭരണപക്ഷത്തിരുത്താൻ ഇല്ലാത്ത സർവകലാശാലയിൽ പങ്കാളിത്തം ഉണ്ടാക്കാനൊക്കെ സാധ്യമായി. അതിനപ്പുറത്തേക്ക് ഏറ്റവും വലിയ ആത്മസംതൃപ്തി എന്ന് പറയുന്നത് ഒരു സംഘടന എന്നുള്ള നിലക്ക് താഴേക്കിടമുതലും അതിൻ്റെ സംസ്ഥാന നേതൃത്വം ഒരു സിസ്റ്റത്തെ ജനറേറ്റ് ചെയ്യാനും, പ്രത്യേകിച്ച് കലുഷിതമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് സ്വത്വ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിൻ്റെ ക്രിസ്റ്റൽ ക്ലിയറായി വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കാനും
നിങ്ങൾ പറയുന്ന CPM-ൻ്റെയും BJP-യുടെയും ഒരുപോലെയുള്ള ഈ വർഗീയ അജണ്ടകളെ ഉയർത്തിക്കൊണ്ടുവരുമ്പോഴും അതിലൊന്നും വീണു പോവാത്ത ഒരു ജനറേഷനെ പടുത്തുയർത്താൻ ഈ പാർട്ടിക്ക് പാകപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ ആസ്പദം. നിങ്ങൾ ഏറ്റെടുത്ത കാലത്തെ വെല്ലുവിളികളെ അതിജീവിക്കാനും നേതൃനിരയിൽ നിന്ന് അതിനെ മറുവശത്തേക്ക് എത്തിക്കാനും കഴിഞ്ഞ ആത്മവിശ്വാസമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ പാർട്ടി നിർദ്ദേശിച്ചാൽ അതിന് തയ്യാറാണ് എന്നുകൂടിയാണ് പി.കെ. നവാസ് വ്യക്തമാക്കിയത്. അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കാര്യവട്ടത്ത് 2020 ആവേശം ആരംഭിച്ചു കഴിഞ്ഞു. 5 മത്സര 2020 പരമ്പരയിലെ അവസാന മത്സരമാണ് നാളെ കാര്യവട്ടത്ത് നടക്കുക. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ടീമുകൾ തിരുവനന്തപുരത്തെത്തി. സൂര്യകുമാർ യാദവ്, സഞ്ജു സാംസന് തടസ്സമൊക്കെ മാറ്റിപ്പോകുന്ന ദൃശ്യങ്ങളൊക്കെ വളരെ വൈറലാണ്. ഇന്നലെ വൈകിട്ട് തലസ്ഥാനത്തെത്തിയ ടീമുകളെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സ്വീകരിച്ചു. ഇന്ത്യൻ ടീമംഗങ്ങൾ ഇന്ന് രാവിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തും. കാര്യവട്ടം സ്പോർട്സ് ഹബ്ബിൽ വൈകിട്ട് ഇരു ടീമുകളുടെയും പരിശീലനവും ഉണ്ടാകും. T20 ലോകകപ്പിന് മുന്നോടിയായുള്ള അവസാന അന്താരാഷ്ട്ര മത്സരം നാളെ വൈകിട്ട് 7-നാണ്. നമുക്കിനി നമ്മുടെ സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്ക് പോകാം. ആറ്റിങ്ങൽ ഐലം സ്വദേശികളായ രുദ്ര രാജിനും രൂപ രാജിനും പിറന്നാൾ ആശംസകൾ. കഴിഞ്ഞ ദിവസമായിരുന്നു 13ാം പിറന്നാൾ ഇവർ ആഘോഷിച്ചത്. അമ്മ അശ്വതിയാണ് പിറന്നാൾ ആശംസകൾ അറിയിക്കുന്നത്. കൊല്ലം കടക്കൽ സ്വദേശികളായ ശ്രീധന്യ രാഗേഷ് ദമ്പതികളുടെ മകൻ മാധവിന്റെ 7ാം പിറന്നാളാണ്. ബന്ധുക്കളും കൂട്ടുകാരും ആശംസകൾ അറിയിക്കുന്നു. ന്യൂസ് 18-ന്റെയും ആശംസകൾ. നമുക്കിനി പോലീസ് പെട്രോൾ കാണാം.